ജസ്റ്റ് ചുമ്മാ ഒരു എടുത്തന്നേ ഉള്ളൂ, ടോപ്പിക് എടുത്തന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല ചേട്ടാ, ഇല്ലെങ്കിൽ ശനിയാഴ്ച അല്ലേ എല്ലാവരും വേറെ ടോപ്പിക് ഒന്നുകൂടെ കവർ ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്താൽ കുഴപ്പമില്ല. ഞാനത് മറ്റേ നോക്കി, ഇന്നലെ ഇട്ട് റെക്കോർഡിങ് വോയിസ് ഇല്ലായിരുന്നു, അപ്പം അത് പിന്നെ റെക്കോർഡിങ് കൊടുക്കാൻ പറ്റില്ല, അതാ പിന്നെ ക്ലാസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആ ചാറ്റിംഗ് ഒന്നും കൂടി പറഞ്ഞു തരണം കേട്ടോ. നാളെ എടുക്കാം വീണ്ടും. ആയിക്കോട്ടെ, കാരണം ഇപ്പൊ നമുക്ക് ഓരോരോ സംശയങ്ങൾ ഉണ്ടായി, ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്റെ ഉത്തരം മുട്ടിക്കും. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം, അതാണല്ലോ. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറക്കല്ലേ ചോദിച്ചേട്ടാ? ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കാം സൗണ്ട് ഇന്നും കിട്ടുമെന്ന്. റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം സ്ക്രീൻ വരുന്നുണ്ടോ? നല്ലതാണ്. വേണമെങ്കിലേ ഒരു കാര്യം ചെയ്തേരെ, ഇപ്പൊ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്തേരെ. അത് കുഴപ്പമില്ല, ഇത് വലിയ ടോപ്പിക് ഒന്നും അല്ലെന്നേ, കിട്ടുകയെന്ന് കിട്ടാം. ശരി, ഓക്കെ. സ്ക്രീൻ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ. ബേസിക്സ് അറിയത്തില്ല, ബേസിക്സ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല മാർക്കറ്റിന്റെ. അങ്ങനെ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട, എന്നെ പോലുള്ളവരൊക്കെ ഉണ്ട്, പറഞ്ഞോ. നിങ്ങളൊക്കെ ഇതിനകത്ത് അധികായന്മാരല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്കൊന്നും ഇതിന്റെ ഒരു ABCD അറിയില്ല. ഓക്കെ, എന്നാ പിന്നെ കാർഡടച്ചും കടി വെച്ചേക്കാം. സ്ക്രീൻ വന്നിട്ടില്ലേ? ഓക്കെ. ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ 2 എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്ന് NSE, മറ്റേത് BSE. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതാണ് ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ രണ്ടാമത് ഒന്നാണ് NSE. അപ്പം BSEയിൽ ഏകദേശം 5000 മേളിൽ സ്റ്റോക്കുകളുണ്ട്, 10,000 മേളിൽ സ്റ്റോക്കുണ്ട്. NSEയിൽ ഏകദേശം 5000 അടുത്ത സ്റ്റോക്കുകളുണ്ട്. അപ്പം മെയിനായിട്ട് മാർക്കറ്റിൽ എക്സ്ചേഞ്ചുകളുടെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ട് നിൽക്കുകയാണ് എക്സ്ചേഞ്ചിൻ്റെ ഒരു റോളെന്ന് പറയുമ്പോൾ. ഇപ്പം പൈസ ആവശ്യമുള്ളൊരു എക്സ്ചേഞ്ചിനെ കോൺടാക്ട് ചെയ്യും, അപ്പോൾ എക്സ്ചേഞ്ച് അത് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനിയുടെ ഷെയർസ് മറ്റുള്ളവർ വാങ്ങുമ്പോൾ ആ പൈസ കമ്പനി കൊടുക്കും. പിന്നെ അതെന്ന് പറഞ്ഞാൽ IPO ലിസ്റ്റിംഗ് ആണ്, അതിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. പിന്നെ സെക്കൻഡറി മാർക്കറ്റിലാണ് ഈ ഷെയർസുകളെല്ലാം ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ആണ്, എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ബൈ ചെയ്യാൻ വരുന്ന ആൾക്കാർ. രണ്ടാമത് ബോറോവേഴ്സ് ആൻഡ് സീക്കേഴ്സ് ഓഫ് അത് സെക്യൂരിറ്റി സെല്ല് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. പിന്നെ ഇന്റർമീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ദ ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് സെക്യൂരിറ്റീസ്, അതായത് ബ്രോക്കേഴ്സ്, എക്സ്ചേഞ്ചസും. പിന്നെ റെഗുലേറ്ററി ബോഡീസ് ആണ് സെബി പോലുള്ള മാർക്കറ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റിനകത്ത് വരുന്ന CDSL, NSDL എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഓരോ സെക്യൂരിറ്റി ഒരു ഡിജിറ്റൽ കോൺട്രാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ലോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് NSDLും CDSLും. ഇപ്പോൾ CDSLന്റെ ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്, NSDLന് ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം NSDLും നല്ലൊരു സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഡെപ്പോസിറ്ററീസ് ആണ്. അവിടെയാണ് നമ്മുടെ എല്ലാ കോൺട്രാക്ട്, നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡിൻ്റെ എല്ലാ കോൺട്രാക്റ്റുകളും ഡിജിറ്റലൈസ് ഫോർമാറ്റിലാക്കി സേവ് ചെയ്യുന്ന സെക്യൂരിറ്റി ഡയറക്ടറീസ് ആണ് NSDLും CDSL. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ അൺലിസ്റ്റഡ് വാങ്ങിയാൽ പോലും CDSLോ NSDLോ നമ്മുടെ അത് റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ബ്രോക്കറിൽ അത് ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ബ്രോക്കറിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷേ അത് സെക്യൂരിറ്റി ഇതിൽ ഡെപ്പോസിറ്ററിയിൽ അത് രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ബ്രോക്കർ പണ്ട് സ്ലിപ്പ് തന്നിട്ടുണ്ട്, ആ സ്ലിപ്പിൽ എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് അൺലിസ്റ്റഡ് ഒക്കെ സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്ന ഈ അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അൺലിസ്റ്റഡ് ഷെയർസ് പൊതുവെ ഏത് കമ്പനിയും അൺലിസ്റ്റഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇല്ല, ഏത് കമ്പനി ഇല്ല. അതിന് സെബി മാതിരിയുള്ള റെഗുലേറ്റേഴ്സ് ഒന്നും അതിന് ബാധകമല്ല. പക്ഷെ ഒരു കമ്പനിയുടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ ലിസ്റ്റ് ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു കോൺട്രാക്ട് ഡോക്യുമെന്റിൽ ലിസ്റ്റ് ചെയ്ത് മാതിരിയാണ്. അതിന്
വേറെ ഏതോ ഒരു ഇതുണ്ട്, റെഗുലേറ്ററി ഇതുണ്ട്, കമ്പനി റൂൾസ് എന്തോ ഉണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എൻ്റെ പേരെനിക്കറിയില്ല പർട്ടിക്കുലർ. പക്ഷെ അത് അൺലിസ്റ്റഡ് ഷെയർസ് കൊടുക്കുന്നത് എല്ലാം റെഗുലേറ്റഡ് ആണ്. പക്ഷെ അത് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഇതിൽ വരും, നമ്മുടെ ഡിമാറ്റിൽ വരും ആ ഷെയർസിന്റെ ഡീറ്റെയിൽസ്. ഈവൻ നമ്മൾ CDSLന്റെ സ്പീഡ് വേ എന്ന് പറഞ്ഞൊരു ആപ്പം കണ്ടുണ്ട്. അതിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ CDSL ഉള്ള സ്റ്റോക്കിൽ ഇപ്പോൾ അൺലിസ്റ്റഡ് ആയാലും ലിസ്റ്റഡ് ആയാലും അതിനകത്ത് വരും. ഇപ്പോൾ NSE പോലും ട്രേഡ് ചെയ്യുന്നത് അൺലിസ്റ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ്. NSE ഒക്കെ ഇനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ അൺലിസ്റ്റഡിൽ നിന്ന് ലിസ്റ്റഡിലേക്ക് വരുമ്പോൾ അൺലിസ്റ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസ്റ്റഡ് വരുമ്പോൾ അവരുടെ പുതിയ പ്രൈസിൽ ആ സ്റ്റോക്ക് നമ്മൾ ബ്രോക്കറോട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് തരും. ആഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അവിടുന്ന് പിന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതുവരെ അത് ബാക്ക് എൻഡിലായിരിക്കും. അത് നമ്മുടെ ഈ പ്രൈമറി മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡറി മാർക്കറ്റ് ട്രേഡ് ആരംഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ബ്രോക്കർ വഴി വിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ CDSLൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഷെയർ നമ്മൾ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബ്രോക്കർ വഴി അല്ലാതെ. CDSL to CDSL നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NSDL വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള അൺലിസ്റ്റഡ് ഷെയർസ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് തരുവാണ് ചെയ്യുന്നവർ. അപ്പം അതുകൊണ്ടാണ് അതിനകത്ത് കുറേ തട്ടിപ്പുകളൊക്കെ ഉണ്ട്. ആൾക്കാർ ചിലപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ ട്രാൻസ്ഫർ ചെയ്ത് തരാതിരിക്കും. അപ്പോൾ നമുക്ക് അതിന് എഗനസ്റ്റായിട്ട് നമുക്ക് കേസ് കൊടുക്കാനൊന്നും ഇപ്പോൾ നമുക്കുള്ള ലീഡ്സ് ഉണ്ടാവില്ല, എങ്ങനെ ട്രേസ് ചെയ്യാനൊന്നും. ഇവിടെ ആകുമ്പോൾ മാർക്കറ്റിലാകുമ്പോൾ അത് ബ്രോക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് റെഗുലേറ്റഡ് ആണ്. മറ്റേത് റെഗുലേറ്റഡ് അല്ല അത്ര. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് സ്കാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്ര റിലയബിൾ ആയിട്ടുള്ള പാർട്ടിയുടെ തന്നെ നമ്മൾ അൺലിസ്റ്റഡ് വാങ്ങാം. നമുക്ക് ഷെയർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താലും കുറേ കൂടെ റിലയബിൾ ആവുന്നു. അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. അവിടെ ഒരു ചെറിയൊരു ഡൗട്ട് ഉള്ളത്, അപ്പൊ നമ്മൾ ഈ IPO ലിസ്റ്റ് വരുന്നുണ്ടല്ലോ, ഇപ്പൊ ചിലതൊക്കെ ഹ്യുണ്ടായിന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ചില ബ്രോക്കേഴ്സിന്റെ അടുത്ത് ഉണ്ടായിരിക്കും അല്ലേ? ഹുണ്ടായുടെ എനിക്ക് തോന്നുന്നില്ല അൺലിസ്റ്റഡ് ഉണ്ടെന്ന്, എനിക്ക് അറിയില്ല. പക്ഷെ ഇത് NTPC ഗ്രീന് ഓക്കെ, ഇതിന് വല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഈ ബ്രോക്കേഴ്സ് മാതിരി അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വല്ല ഓർഗനൈസേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന ബ്രോക്കർ തന്നെ അറേഞ്ച് ചെയ്യാണ്. അത് അവരൊന്നിച്ച് വാങ്ങിയിട്ട് അവർ വേറെ ഏജന്റിൽ നിന്ന് അറേഞ്ച് ചെയ്യാണ് ഞാൻ വാങ്ങുന്നത് യൂഷ്വലി. അല്ലാതെ ഒന്ന് രണ്ട് ഡയറക്റ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞ് അത് നമ്മുടെ ഇതിലേക്ക് വരത്തുള്ളൂ. അൺലിസ്റ്റഡ് ഷെയർസിന്റെ ക്രെഡ് ട്രേഡ് അൺലിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് എത്രത്തോളം റിലയബിൾ ആണെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു റിന്യൂ മേടിച്ചിട്ടുണ്ട്. റിന്യൂ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് പറയുന്നുണ്ട്. റിന്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, റിന്യൂ ചെക്ക് ചെയ്താൽ. ഞാനൊരു ബ്രോക്കർ വഴി, ഞാനെൻ്റെ സെബു എന്ന് പറയുന്ന ബ്രോക്കർ ഉപയോഗിക്കുന്നത്. പുള്ളി ബാക്ക് എൻഡിൽ അവർ കുറേ പേര് ചേർന്ന് മേടിച്ചിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരും. ഇപ്പോൾ മിക്ക അൺലിസ്റ്റഡ് ഷെയർസിനും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും, 500 എണ്ണം 1000 എണ്ണം മേടിക്കണം എന്നൊക്കെ. അപ്പോൾ അവർ അവരുടെ ആൾക്കാരുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10,000-5000 ഒന്നിച്ച് ക്വാണ്ടിറ്റി മേടിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോരുത്തരുടെയും ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ അത് അവരുടെ കമ്പനി അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റും കൊടുക്കുന്നത്, സെബുവിൻ്റെ തന്നെ. അപ്പോൾ അത് കുറച്ചുകൂടെ റിലയബിൾ ആണ് എനിക്ക്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനങ്ങനെ മേടിക്കുന്നത്. അപ്പം അതിൽ ഇതിപ്പോൾ അവരിപ്പോൾ റീസെൻ്റ്ലി മേടിച്ച ഓയോ 30 ഉണ്ടായിരുന്നു. ഇപ്പം ഓയോ 58 ഓയോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. NTPC ഗ്രീൻ കിട്ടാനില്ല. NTPC ഗ്രീൻ ലോങ് ബാക്ക് തന്നെ അത് ഇതായി 500 രൂപ കിടന്നപ്പോൾ തന്നെ അവരിത് ആരും സെല്ല് ചെയ്യുന്നില്ല. പിന്നെ വേറെ റീസെൻ്റ്ലി ഇതുണ്ടായിരുന്നു അപ്പോളോ ഗ്രീൻ, അതും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ വേറെ ഏതാണ് NSDL ഉണ്ടായിരുന്നു, NSDL ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. NSE ഉണ്ട്, NSE കിട്ടാനില്ല. NSE 5,000 6,000 അങ്ങാണ്ടാണ്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ ഇത്ര കാലത്തേക്ക് വിൽക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അതിനകത്തുള്ളവരാണ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത ഉടനെ വിൽക്കാൻ പറ്റില്ല. നമുക്ക് 6 മാസത്തെ ആ ഒരു ടൈം ബാരിയർ ഉണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടും. നമ്മൾ ഇപ്പോൾ ഇവിടെ ഓയോ 30 രൂപയ്ക്കൊക്കെ മേടിച്ചത് ഓയോ ഇപ്പോൾ 100 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 30 രൂപയിൽ നിന്ന് 100 വരെ കിട്ടും. പിന്നെ ലിസ്റ്റിംഗ് ഗെയിനും കിട്ടും. പിന്നെ ട്രേഡ് ചെയ്തിട്ട് 6 മാസത്തിലുള്ള പ്രോഫിറ്റ് എത്തുന്നത് അതും കിട്ടും. അപ്പോൾ നല്ലൊരു റിട്ടേൺ കിട്ടും അൺലിസ്റ്റഡ് കയറി കഴിയുമ്പോൾ. അതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അൺലിസ്റ്റഡ് ട്രെൻഡി ആവുന്നത്. മനസ്സിലായോ?
ഓക്കെ ആണോ? ഓക്കെ. അപ്പം അതാണ് അൺലിസ്റ്റഡിൻ്റെ ഒരു ഇത്. അപ്പോൾ അൺലിസ്റ്റഡ് ആരും റിലയബിൾ സോഴ്സിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചേഞ്ച് ചെയ്ത് തരുന്നവരുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. അൺലിസ്റ്റഡിനകത്ത് ഒരുപാട് ഇനിയിപ്പോൾ അതായിരിക്കും സ്കാം. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അൺലിസ്റ്റഡ് തന്നെ ഒരു സ്കാമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തന്നെ ഇതിനകത്ത് നമ്മൾ മാർക്കറ്റിൽ നമുക്കുള്ള ചെയ്യാവുന്ന പല എക്സ്ചേഞ്ച് വഴി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അതായത് നമ്മൾ ഷെയർസ് ഡയറക്റ്റ് ഇക്വിറ്റീസ് വാങ്ങുക. ബോൺസ്, ഡിബഞ്ചേഴ്സ്, നോട്ട്സ്. ഇപ്പോൾ കമ്പനികൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ കമ്പനികൾ ബോണ്ടായിട്ട് ഇറക്കും. ഇപ്പോൾ സ്പെഷ്യൽ വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പർപ്പസ് പ്രൊജക്റ്റ് ബോണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബോണ്ടായിട്ട് ഇറക്കും. അപ്പം കമ്പനിക്ക് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി 1 ലക്ഷം രൂപയുടെ 10 ബോണ്ടായിട്ട് ഇറക്കിയിട്ട് കമ്പനി പറയും ഫിക്സഡ് ഇൻട്രസ്റ്റ് 12% ഇൻട്രസ്റ്റ് ആനുവലി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിന് 5 വർഷത്തെ ഡ്യൂറേഷൻ ആയിരിക്കും, ചിലപ്പോൾ 1 വർഷത്തെ തന്നെ ബോണ്ടായിട്ടായിരിക്കും ഇറക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂക്ഷിക്കുന്ന കമ്പനികളുടെ ബോണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നും ബോണ്ടുകൾ ഡയറക്റ്റ് വാങ്ങാവുന്നതാണ് ബ്രോക്കർ വഴി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം, നമ്മൾ ബ്രോക്കറിനകത്ത് ഓൾ ഇട്ടിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ IRFC ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. 1000 രൂപയുടെ ബോണ്ടുകൾ, 2000 രൂപയുടെ ബോണ്ടുകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ അതും നമുക്ക് വാങ്ങാൻ പറ്റും. അതൊക്കെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം ഇയർലി 12% പറഞ്ഞാൽ 12% നമുക്ക് തരും. അത് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ബാങ്കിൽ ഇടുന്നതിന് പകരം നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ അവർ ബോണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫണ്ട് കൊടുക്കുകയാണ്, അതിന് നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് നമുക്ക് തരും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഡിബഞ്ചേഴ്സ്, ബോൺസ്, നോട്ട്സ് ഒക്കെ. അതുപോലെ SPVs എന്ന് പറയും, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് എന്നൊക്കെ പറയും. അതും പ്രോജക്റ്റ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഈ ബോണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ബോണ്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അവർ പൈസ തന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷെയറിന് അത്ര ഒരു സെക്യൂരിറ്റി ഉള്ള സാധനമാണോ ഈ ബോണ്ട്? ഷെയറിനൊക്കെ കൂടുതൽ സെക്യൂരിറ്റി. ഇതിനകത്ത് പ്രൈസ് വേരിയേഷൻ ഇല്ല. പക്ഷേ ബോണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റ് ആണ്. നമുക്കത് ഇത്ര ഡ്യൂറേഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് തരും എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ചോദിക്കാൻ കാരണം ഈ യെസ് ബാങ്ക് ഒക്കെ പണ്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അവിടെയൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ എക്സ്ചേഞ്ച് വഴി മേടിക്കുന്ന ബോണ്ടുകൾക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടാവുന്നത്. കാരണം ബാങ്ക് പൊട്ടുവാണെങ്കിൽ യെസ് ബാങ്കിന് റിസർവ് ബാങ്ക് ഏറ്റെടുത്തിട്ട് പല ബാങ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അവരുടെ എല്ലാ ലയബിലിറ്റീസും അവർ തന്നെ കൊടുക്കണമെന്നായിരുന്നല്ലോ മറ്റ് ബാങ്കുകൾ. അപ്പോൾ ഈ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വഴി ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പം ഗവൺമെന്റ് പ്രൊജക്റ്റുകൾക്ക് പോലും ബോണ്ടുകൾ ഇറക്കാറുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേയുടെ പ്രൊജക്റ്റുകൾ അവർക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അവർ ബോണ്ട് ഇറക്കും. ബോണ്ട് ഇറക്കിയിട്ട് ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം അദാനി റീസെൻ്റ്ലി ബോണ്ട് ഇറക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതിന് ഫിക്സഡ് ഡ്യൂറേഷൻ 1 വർഷം, അല്ലെങ്കിൽ ചില ബോണ്ട് 2 വർഷമായിരിക്കും, ചില ബോണ്ട് 3 വർഷമായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി മുത്തൂറ്റിൻ്റെ ബോണ്ട് ഞാൻ കണ്ടായിരുന്നു, മുത്തൂറ്റിൻ്റെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇറക്കാനുണ്ട്. പിന്നെ കൺവേർട്ടബിൾ വാറൻസി, ഇത് കുറച്ചൊരു ടൈപ്പ് ഓഫ് ഇതാണ്, സ്പെഷ്യൽ ഇഷ്യൂ ആണ്. ബോണ്ടിന്റെ റേറ്റിംഗ് എങ്ങനെയാ നോക്കുന്നത്? AAA റേറ്റിംഗ്, AA റേറ്റിംഗ്, A+ എന്നൊക്കെ പറയുമല്ലോ, അതെനിക്ക് വലിയ പിടിയില്ല കേട്ടോ, നോക്കേണ്ടി വരും. ഓക്കെ. ഈ വാറൻസ്, കൺവേർട്ടബിൾ വാറൻസ് എന്ന് പറഞ്ഞത് ഇത് സ്പെഷ്യൽ ഒരു പ്രൈസിൽ ഒരു ചില പർട്ടിക്കുലർ ഇൻവെസ്റ്റേഴ്സിന് മാത്രം കൊടുക്കുന്ന ടൈപ്പാണ് ഇതിനകത്ത് വാറൻസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അത് ചില സമയത്ത് നമ്മളുണ്ട് സ്പെഷ്യൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്പെഷ്യൽ പ്രൈസിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി HNIസിനൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളൊക്കെ ആയിരിക്കും ETF മോസ്റ്റ്ലി. ഇപ്പോൾ ബാങ്ക് ETF വരും, നമ്മുടെ നിഫ്റ്റി ETF വരാറുണ്ട്, ഗോൾഡ് ETF വരാറുണ്ട്. അപ്പോൾ അത് സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ സ്റ്റോക്സിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇൻഡെക്സ് വാല്യൂ അറൈവ് ചെയ്തിട്ട് ആ വാല്യൂലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സെയിം ലൈക്ക് മ്യൂച്വൽ ഫണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സുമാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പം പുറത്തുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്. അപ്പോൾ നമ്മുടെ കമ്പനികൾ പുറത്തൊരു മാർക്കറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ കമ്പനികൾ അമേരിക്കൻ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തേക്കുമ്പോൾ നമ്മൾ പറയും അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്. അതാണ് നമ്മൾ ADR എന്ന് പറയുന്നത്. അപ്പം അവർ ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ US എക്സ്ചേഞ്ചിൽ ചെയ്തേക്കുവാണെങ്കിൽ ADR എന്ന് പറയും. അപ്പം അത് തന്നെ യൂറോപ്യൻ എക്സ്ചേഞ്ച് ചെയ്തേക്കുവാണെങ്കിലും GDR എന്ന് പറയും, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ പുറത്ത് പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂറോപ്പിൽ ചെയ്തിട്ടുണ്ട്, ലണ്ടനിൽ ചെയ്തിട്ടുണ്ട്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നസ്ഡാക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പം
നമ്മൾ യൂഷ്വലി ADRs ആണ് നോക്കുന്നത്. ADRs എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീറ്റ്സ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതോ ഒരു ബാങ്ക് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ പുറത്തെ ഒരു കമ്പനി ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്തേക്കുന്നത് അത് IDR എന്നാണ് പറയുന്നത്. പക്ഷെ അത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആയിരുന്നു തോന്നുന്നു. പക്ഷെ അതിപ്പം ലൈവ് ആണോ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം പുറത്തെ ഒരു മാർക്കറ്റിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നപ്പം ആ രാജ്യത്ത് അല്ലാത്ത മറ്റൊരു ഒറിജിനായിട്ടുള്ള കമ്പനി വേറൊരു മാർക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഡിപ്പോസിറ്റ് റെസീറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇൻഫോസിസ് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, വിപ്രോ ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, മിന്റ്, ഡോക്ടർ റെഡ്ഡി. ഇപ്പം നമ്മുടെ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ. ആക്സിസ് ബാങ്ക്, റിലയൻസ്. ഇവിടെ ഇത് അമേരിക്കൻ മാർക്കറ്റിൽ, ഇത് ജർമ്മൻ മാർക്കറ്റിലാണ്, ഡാക്സിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് ഫ്ലാഗ് ഉണ്ടല്ലോ, റിലയൻസ് അവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് നമുക്ക് അറിയണമെങ്കിൽ IDRs, GDRs, എനിക്കൊന്ന് മണി കൺട്രോൾ നോക്കിയാൽ മതി. മണി കൺട്രോൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. GDRസും IDRസും ഒക്കെ, ADRസും ഒക്കെ. അത് ക്ലിയർ ആണോ ഇവിടെ പറയാം? ഓക്കെ. മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റിലാണ് IPOs വരുന്നത്, ഫ്രഷ് ഇഷ്യൂസ് എല്ലാം വരുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പം നേരത്തെ ഞാൻ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ളൂ. അവരൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ പ്രീ ഓപ്പൺ മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും നമ്മുടെ മാർക്കറ്റും ഇപ്പോൾ കറണ്ട് ട്രേഡ് നടക്കുന്ന മാർക്കറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതല്ല സത്യാവസ്ഥ. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വരുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്, IPO ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് പിന്നെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പോൾ ഒരു വട്ടം കമ്പനി വന്ന് അവർക്ക് ക്യാഷ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി അത് പോയി അവരുടെ ബിസിനസ് നോക്കുകയാണ്. പിന്നെ അവർ ആ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. സെക്കൻഡറി മാർക്കറ്റിൽ കിട്ടുന്ന ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ പ്രൈസ് ഇൻക്രീസ് ആവുന്നതൊന്നും കമ്പനിക്ക് പിന്നെ റിട്ടേൺ ഒന്നും പോകുന്നില്ല. ആ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു സ്റ്റോക്ക് സെക്കൻഡറി മാർക്കറ്റിൽ ഇപ്പോൾ 50 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഇപ്പോൾ 100, 120, 200 രൂപയായി. അപ്പം കമ്പനിക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാം? കാരണം ഒന്ന് പ്രൊമോട്ടേഴ്സിന്റെ അടുത്ത് ഉണ്ടായിരിക്കും, രണ്ട് എന്താ വെച്ചാൽ കമ്പനീന്റെ അഡ്വർടൈസ്മെന്റ് ആണത്. മൂന്ന് അവർക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്, കാരണം ലോകത്തിൽ ഒട്ടുക്കും അവർക്ക് അതിനുള്ള ഡിമാൻഡ് കിട്ടും അവരുടെ ആ പ്രോഡക്റ്റിന്. അത് തന്നെ കറക്റ്റാണ്. ഇതിനകത്ത് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സിനാണ്. അതായത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുന്നത്. ഇപ്പോൾ കമ്പനി നാളെ വിൽക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ 50%, 60%, 70% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അത് ഓണേഴ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ 50 രൂപ ഉണ്ടായിരുന്ന ഷെയറിനും മാർക്കറ്റിൻ്റെ ഷെയറിൻ്റെ വാല്യൂ ആയിട്ട് ഇക്വലൻ്റ് വാല്യുവേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കമ്പനി വിൽക്കാൻ പോകുമ്പോൾ ആ 50 രൂപയല്ല അവരുടെ ഷെയറിലുണ്ടായിരുന്ന 50 രൂപയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിലുണ്ടായിരുന്ന ഷെയറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പനി വിൽക്കുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എടുക്കുന്നത്. അപ്പം കമ്പനിയുടെ വാല്യൂ ഇൻഡയറക്റ്റ്ലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റല്ലേ? അതല്ലേ സ്റ്റോക്ക് ഇടിയുമ്പോൾ അദാനിയുടെ ആസ്തി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത്. അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു കഴിഞ്ഞാൽ അദാനിയുടെ ആസ്തി കുറഞ്ഞു, ഇത്ര ലക്ഷം കോടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം മാർക്കറ്റിലെ പൈസയും കുറയും, അദാനിയുടെ കയ്യിലുണ്ടാകുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂവും കുറഞ്ഞു. അത് വെച്ചിട്ടാണ് ഓവറാൾ ക്വാണ്ടിറ്റി ഉള്ള സ്റ്റോക്കിൻ്റെ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് മാർക്കറ്റ് വാല്യൂ അറൈവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ അത്? അപ്പം അതാണ് സെക്കൻഡറി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. അതാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അത് വെച്ചാൽ മൈക്രോ ക്യാപ്പിന് സ്മാൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പ് ആവാം, മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പ് ആവാം. അങ്ങനെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം NSE, BSEയിൽ 2 ടൈപ്പ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ഒന്ന് ട്രേഡിംഗ് എന്നും പറയും. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NSEയിലും BSEയിലും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങി
ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടേം നമ്മളിപ്പോൾ ചെയ്യുന്ന മാതിരി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ രണ്ടിലും ബൈ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സ്റ്റോക്ക് വാങ്ങാം, വാങ്ങിക്കഴിഞ്ഞിട്ട് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇനി ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഇൻട്രാഡേ ഉണ്ട്, ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സും ഉണ്ട് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാം, സ്റ്റോക്ക് സെല്ലും ചെയ്യാം. പക്ഷേ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ തിരിച്ചു വാങ്ങണം. നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനെ ഇൻട്രാഡേ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ബൈ മാത്രം നടക്കത്തുള്ളൂ, ഇവിടെ ബൈയും ഉണ്ട് സെല്ലും ഉണ്ട്. പിന്നെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർലൈങ് അസറ്റിൻ്റെ ലോഡ്സിൽ ഇതിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇപ്പം റിലയൻസ് ആണെങ്കിൽ 125 റിലയൻസിൻ്റെ സ്റ്റോക്ക് ചേരുന്ന ഒരു കോൺട്രാക്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടിലും ആപ്ലിക്കബിൾ ആണ്. നമുക്കുള്ള ഇൻഡെക്സുകളിലും ഫ്യൂച്ചേഴ്സ് ആപ്ലിക്കബിൾ ആണ്, സ്റ്റോക്കിലും ഫ്യൂച്ചേഴ്സ് ആപ്ലിക്കബിൾ ആണ്. ഇൻഡീസസും നമുക്ക് ബൈയും ചെയ്യാം. ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ബൈയും ചെയ്യാം, നമുക്ക് സെല്ലും ചെയ്യാം. സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ ആയാലും നമുക്ക് ബൈയും ചെയ്യാം സെല്ലും ചെയ്യാം. പക്ഷേ ഇതൊരു ലോട്ടിലാണ് വരുന്നത്, അത് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോക്കിനാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വെച്ചിട്ട് അവരൊരു ലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോട്ടിൻ്റെ ഫുൾ വാല്യൂ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്യൂച്ചേഴ്സ് നമുക്ക് ഡെലിവറി ഇല്ല, നമുക്ക് ക്യാഷ് സെറ്റിൽമെൻറ്റ്. നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ പറയും, സിമ്പിളായിട്ട് പറയാൻ നമ്മൾ ആ ഒരു സ്റ്റോക്കിൻ്റെ അല്ല ഇൻഡീസസിൻ്റെ ഫ്യൂച്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ വേറെ ആവും, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലോട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ലോസിലായിരിക്കും എൻ്റെ ചെയ്യുന്നത്. അപ്പം സ്റ്റോക്കിൻ്റെ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ 150 രൂപ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ 3 മാസത്തെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് 150 ഇരിക്കുന്ന സ്റ്റോക്ക് 160 പോകും എന്നുള്ള ഒരു പ്രഡിക്ഷനിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്കത് ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ 150 160 പോകും. 160 പോയി കഴിഞ്ഞാൽ 10 പോയിന്റ്. ഇപ്പം ആ സ്റ്റോക്കിൻ്റെ ലോട്ട് എന്ന് പറഞ്ഞാൽ 100 ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചാൽ 100 × 10 നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആ ഒരു മൾട്ടിപ്പിളിലാണ് കിട്ടുന്നത്. സാധാ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിന് വില കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസത്തെയും കോൺട്രാക്റ്റുകളാണ്. ഇപ്പം 3 കോൺട്രാക്റ്റുകളായിരിക്കും ഒരേ സമയം അവൈലബിൾ. ഇപ്പോൾ കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, അങ്ങനെ 3 കോൺട്രാക്റ്റുകൾ. അപ്പോൾ ഓരോ കോൺട്രാക്റ്റും അതാത് മന്ത് ലാസ്റ്റ് തേഴ്സ്ഡേ എക്സ്പയറി ആവും. ഞാൻ സ്റ്റോക്കിൻ്റെ ആണ് പറയുന്നത്. സ്റ്റോക്കിൻ്റെ ഇൻഡീസസിനും മന്ത്ലിയാണ്, ഫ്യൂച്ചേഴ്സിനെല്ലാം മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ ഇൻഡെക്സ് ആയാലും നിഫ്റ്റിയുടെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസത്തെ കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ കോൺട്രാക്റ്റുകൾ അതാത് തേഴ്സ്ഡേ മന്ത് എൻഡ് തേഴ്സ്ഡേയിൽ എക്സ്പയർ ആവും. എക്സ്പയർ ആയി കഴിയുമ്പോൾ നമുക്കവിടെ എത്ര ലോസ്, ഇപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ ഹോൾഡ് ചെയ്തേക്കുവാണെങ്കിൽ നമ്മളിപ്പം 100 150 പോകുമെന്ന് പറഞ്ഞ സാധനം 90 വന്ന് നിൽക്കുവാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ലോസ് നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 90-ന് അടുത്ത മാസം കോൺട്രാക്റ്റ് വാങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്ത് പുറത്ത് വരിക. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ റിലയൻസിൻ്റെ 3000 രൂപ എന്ന് വെച്ചാൽ 3000 രൂപയുടെ സ്റ്റോക്ക് ഇവിടെ ലോട്ടായിട്ടാണ് കൊടുക്കുന്നത്. 3000-ൻ്റെ സ്റ്റോക്ക് ഒരു 150 ആണ്. 150-ൻ്റെ ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 45 4.5 ലക്ഷം രൂപയാണ് നമ്മൾ ക്യാഷ് ക്യാരി ഡെലിവറി മേടിക്കണമെങ്കിൽ. 4.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റോക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയ്ക്കാണ് മേടിക്കേണ്ടത്. പക്ഷേ ഈ ഫ്യൂച്ചറിൽ നമ്മൾ റിലയൻസ് നമുക്ക് ഉറപ്പായിട്ട് 3000-ന്ന് 3200 പോകുമെന്ന് വെച്ചാൽ ഒരു മാസം നമുക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ 150 ക്വാണ്ടിറ്റി ലോട്ട്, അതായത് ഒരു ലോട്ട് ഫ്യൂച്ചർ നമുക്ക് ബിഡ് ചെയ്യാം. നമ്മൾ ബിഡാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു സെല്ലർ ഉണ്ടാവും. ഇത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ആദ്യം ഓപ്പൺ ചെയ്യുന്നത് സെല്ലറാണ്, ഒരു സെല്ലേഴ്സാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ട്രേഡ്. അപ്പോൾ അവരാണ് കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. ബയ്യേഴ്സ് ഇപ്പോൾ 2 ടൈപ്പ് ആൾക്കാരാണ് ട്രേഡിങ്ങിലുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിലല്ല, ട്രേഡിങ്ങിൽ. അത് ബയ്യേഴ്സും സെല്ലേഴ്സും. അപ്പോൾ അത് തന്നെ ഓപ്ഷൻ ബയ്യേഴ്സ്, ഓപ്ഷൻ സെല്ലേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം സെല്ലേഴ്സിന് റിസ്ക് കൂടുതലാണ്. പക്ഷേ
ബയേഴ്സിന് റിസ്ക് കുറവാണ്. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം. പക്ഷേ ഇതെനിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയിരിക്കത്തില്ല, ഞാൻ ജസ്റ്റ് മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ലോട്ട് വാങ്ങുമ്പം റിലയൻസിൻ്റെ 150 ക്വാണ്ടിറ്റി ഉള്ള ഫ്യൂച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അണ്ടർലൈങ് അസറ്റായ റിലയൻസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന മൂവ്മെൻ്റ് അല്ല അതേപടി ഫ്യൂച്ചറിൽ റിഫ്ലക്റ്റ് ആവും. അപ്പം നമ്മൾ 4 ലക്ഷം രൂപ കൊടുത്ത് സ്റ്റോക്ക് മേടിക്കുന്നതിന് പകരം നമുക്ക് ക്ലിയർ പ്രഡിക്ഷൻ ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഫ്യൂച്ചർ മേടിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് പോവുകയാണെങ്കിൽ 3200 വരുവാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് 200 ഇൻറ്റു ആ ലോട്ടിൻ്റെ 150 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ആ മന്ത് കോൺട്രാക്റ്റ് തീരുന്നതിന് മുന്നേ നമുക്ക് എക്സിറ്റ് ആവുകയും ചെയ്യാം. ഇത് പക്ഷേ താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളവിടെ ലോസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത കോൺട്രാക്റ്റിൽ വീണ്ടും കയറണം. അപ്പോൾ ഈ ഫ്യൂച്ചർ പൊതുവെ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ്. ഫ്യൂച്ചറിൽ അങ്ങനെ ഡെലിവറി സെറ്റിൽമെൻ്റ് ഒന്നുമില്ല. ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ്. പിന്നെ എവരി ഫ്യൂച്ചേഴ്സ് ഓരോ മാസത്തെ ഫ്യൂച്ചറുമായിട്ടൊരു 4-5 പോയിന്റ് വ്യത്യാസം കാണും. അപ്പോൾ ഈ മാസത്തെ ഫ്യൂച്ചർ എക്സ്പയർ ആകുമ്പം അടുത്ത മാസത്തെ ഫ്യൂച്ചർ വന്നിട്ട് നെക്സ്റ്റ് മന്ത് ഇപ്പം കറണ്ട് മന്തായി മാറുമ്പോൾ ആ ഒരു 3 പോയിന്റ് വ്യത്യാസം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ താഴോട്ട് വരും. അപ്പോൾ അത് മാത്രം എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട്. ഒരുപാട് പൈസ ഉള്ളവർ മന്ത് എൻഡിൽ ഫ്യൂച്ചർ സ്വിച്ച് ഓവർ ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് മന്തിൽ ഫ്യൂച്ചറിൽ നിന്ന് 4 പോയിന്റ് താഴോട്ട് വരുമല്ലോ. അപ്പോൾ അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ 3 പോയിന്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അത് സ്വിച്ച് ഓവർ ചെയ്യുന്ന ടൈമിലുള്ള അതുപോലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാർക്കറ്റിലുണ്ട്, അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും. അപ്പോൾ അതാണ് ഫ്യൂച്ചറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അത് മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ ഫ്യൂച്ചറിൻ്റെ? ഇപ്പോൾ ഇൻഡെക്സിൻ്റെ ആയാലും അങ്ങനെ തന്നെ. ഇൻഡെക്സിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ആണെങ്കിൽ നിഫ്റ്റി നമ്മുടെ സെയിം ഓപ്ഷനിലൊക്കെ ഉള്ള ലോട്ട് മാതിരി 25 ആണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 15, ഏകദേശം 17. നിഫ്റ്റിയുടെ ഏകദേശം 15 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് കിട്ടുന്നത് ഏകദേശം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ ഇത്? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ഇനി ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻസ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ മന്ത്ലി കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇൻഡിസസും സ്റ്റോക്കിലും നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം. ഓപ്ഷൻസ് ആക്ച്വലി ഡിസൈൻ ചെയ്തേക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസിലുമാണ് നമ്മുടെ ആൾക്കാർ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള കാരണം നമ്മൾ ഇതിലാണ് കൂടുതലും ഗ്യാംബ്ലിങ് ചെയ്യുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്. നമ്മൾ ഈ ഫ്യൂച്ചർ എടുത്താൽ പോലും വരാത്ത ലോസ് നമുക്ക് ഓപ്ഷനകത്ത് വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ബിസിനസ് ആണെന്നാണ് പറയാം. ഇത് മറ്റേ ഐസ്ക്രീം മാതിരിയാണ്, കയ്യിലിരിക്കും തോറും അലിഞ്ഞു പോകും. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നാൽ മാത്രമേ ഇത് കട്ടിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ഓപ്ഷൻസ് അകത്ത് ഇൻ ദ മണി ഉണ്ട്, ഔട്ട് ഓഫ് ദ മണി ഉണ്ട്, അറ്റ് ദ മണി ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഓപ്ഷൻസ് ഒരു ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ കോൺട്രാക്റ്റ് തീരുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ മണിയിലാണ് നമ്മുടെ പ്രൈസ് എങ്കിൽ നമ്മൾ 0-ൽ അവസാനിക്കും. ഈ സ്റ്റോക്കിന് ഇപ്പം 3000 രൂപ റിലയൻസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസിനകത്ത് പ്രൈസ് ഡിസൈഡ് ചെയ്തേക്കുന്നത് അങ്ങനെയല്ല. ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ്റെ വോളറ്റിലിറ്റി, അതിൻ്റെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, ടൈം വാല്യൂ, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓപ്ഷൻ്റെ പ്രീമിയം ഡിസൈഡ് ചെയ്തേക്കുന്നത്. ഇവിടെയും ലോട്ട് സെയിം ആയിരിക്കും, 150 ആയിരിക്കും ലോട്ട് വരുന്നത്. പക്ഷേ പ്രീമിയം എന്ന് പറയുന്നത് ചിലപ്പം ഓരോ സ്ട്രൈക്കിനും, ഇപ്പം അതിനെ സ്ട്രൈക്ക് വെച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ ഇത്ര വരെ പോകുമെന്നുള്ള നമ്മുടെ ഒരു പ്രൊഡിക്ഷനിലാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓരോ സ്ട്രൈക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3000 ആണെങ്കിൽ 3000 അറ്റ് ദ മണി ഒരു സ്ട്രൈക്ക്, പിന്നെ 2000 3000 അന്ന് 2950, 2900, 2800, ഇങ്ങനെ പല പല സ്ട്രൈക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. 3000, 3050, 3100 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ട്രൈക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സ്ട്രൈക്ക് അനുസരിച്ചാണ് നമ്മൾ ബിഡ് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷനിൽ. അപ്പോൾ ഓരോ സ്ട്രൈക്കിനും ഓരോ വാല്യൂ ആണ്, ഓരോ പ്രീമിയം ആണ് വന്നിരിക്കുന്നത്. അത് അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ, അത് ഓൾഡ് സ്കൂൾ ഫോമുല, അങ്ങനെ ഒരു ഫോമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോഴാണ് ഇതിൻ്റെ പ്രീമിയം
ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ മണി പ്രീമിയത്തിനകത്തൊക്കെ ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ. ടൈം വാല്യൂ ആണ് മെയിൻ. അപ്പം ടൈം ഡിക്രീസ് ആവുന്നതനുസരിച്ച് ഈ വാല്യൂ ഡിക്രീസ് ആയിട്ട്, അത് ഡി കെ എന്ന് പറയും. ഇപ്പോൾ സാധനത്തിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ ഇത് ഡിക്രീസ് ആവും തോറും ഇത് സീറോയിലേക്ക് വരും. അതായത് നമ്മൾ 15 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രീമിയം 15 രൂപയാണെന്ന് വെച്ചോ. അതിനകത്ത് കാണിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ കാണിക്കുന്ന ഈ പ്രൈസാണ് LTP എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. കാണാമോ ഇത് ഷീറ്റ്? ഹലോ, ഓക്കെ. അപ്പോൾ ഇതിനെ സ്ട്രൈക്കായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ട്രൈക്കിന് ഇപ്പോൾ ഇത് നിഫ്റ്റിയുടെ ആണ്. നിഫ്റ്റി 19,500 ഉള്ളപ്പോഴാണ് 19,550 അറ്റ് ദ മണി. ഇപ്പോൾ ഇതാണ് കറണ്ട് പ്രൈസ്. ഇപ്പോൾ ഈ 19,550 ആണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ നിഫ്റ്റിയുടെ നോർമൽ ഫ്യൂച്ചർ അല്ലാത്ത സ്പോട്ട് പ്രൈസുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൈസാണ് ഈ ഏരിയ. ഇപ്പോൾ ഈ ഏരിയ നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയും. അപ്പോൾ ഇത് അറ്റ് ദ മണിയാണ്. ഇവിടുന്ന് മുകളിലോട്ടുള്ള, ഇപ്പോൾ കാൾ ഓപ്ഷനും ഉണ്ട്, പുട്ട് ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ മുകളിലോട്ടുള്ളതിനെ നമ്മൾ കോൾ ഓപ്ഷനിൽ ഇൻ ദ മണി എന്ന് പറയും, പുട്ട് ഓപ്ഷനിൽ താഴോട്ടുള്ളതിനെ ഇൻ ദ മണി എന്ന് പറയും. അപ്പോൾ അത് അടുത്തൊരു പറയുമ്പോൾ ഞാൻ പറയാം. ഇതിനകത്ത് പല സ്ട്രൈക്കുകളുണ്ട്, പല സ്ട്രൈക്കിനും ഓരോരോ പ്രീമിയം ഉണ്ട്, LTP ഉണ്ട്. ഇപ്പോൾ ഈ 1.55 എന്ന് പറയുന്നത് ഈ 1.55 ഇൻറ്റു ഇതിൻ്റെ ലോട്ട് സൈസ് 25 ഇൻറ്റു 25 ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇപ്പോൾ 1.55 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് വാങ്ങാൻ 2,500 അല്ല 25 അല്ലേ, 25 രൂപ 6 ഇല്ല, ഇപ്പോൾ 51. ഇപ്പോൾ ഇത് നോക്കാം, ഇത് 51 അല്ലേ. ഇതിപ്പോൾ എക്സ്പയറി ദിവസമുള്ള, എക്സ്പയറി ദിവസം ആയിട്ടാണ് ഔട്ട് ഓഫ് ദ മണി എല്ലാം സീറോ ആയത്. ഇതിപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയ ഒരു സ്ട്രൈക്കിൻ്റെ ആണ്. ഇത് എക്സ്പയറി ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഓഫ് ദ മണി വരുന്നതെല്ലാം സീറോ ആവും. ഇവിടെ ഔട്ട് ഓഫ് ദ മണി എല്ലാം സീറോ ആയി LTP. അപ്പം ഇത് ഇപ്പോൾ 51 51 ഇൻറ്റു ഈ ഒരു സ്ട്രൈക്ക് നമുക്ക് മേടിക്കാം 51 ഇൻറ്റു അതിൻ്റെ 25 വരും. ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിത് 56, 57, 58, 60 എന്ന് പറഞ്ഞിങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇൻറ്റു 25 വെച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പം അതാണ് ഈ സ്ട്രൈക്കിൻ്റെ ഒരു പ്രീമിയം അറിയുന്നത്. ഈ പ്രീമിയം വളരെ ഡിഫറെൻ്റ് ആണ്. ഈ ഇൻ ദ മണി പോകും തോറും പ്രീമിയം കൂടി വരും, ഔട്ട് ഓഫ് ദ മണി വരും തോറും പ്രീമിയം കുറഞ്ഞു വരും. ഇത് ജനറലാണ്, നിങ്ങൾക്കെല്ലാം ഓപ്ഷൻസ് ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഓപ്ഷൻസ്. ഇൻഡീസസിൻ്റെ ഓപ്ഷൻസ് എവരി വീക്കാണ്, നമുക്കറിയാം. എവരി വീക്ക് എക്സ്പയറി ഉണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ തേഴ്സ്ഡേ, ബാങ്ക് നിഫ്റ്റി ട്യൂസ്ഡേ, മിഡ് ക്യാപ്പ് മൺഡേ, മിഡ് ക്യാപ്പ് മൺഡേ ആണോ, ഫിൻ നിഫ്റ്റി ട്യൂസ്ഡേ, അങ്ങനെ പറഞ്ഞ് ഓരോ ദിവസം ബാങ്ക് നിഫ്റ്റി വെനസ്ഡേ അല്ലേ. ഓരോ ദിവസവും ഇപ്പം എക്സ്പയറി ഉണ്ട് ഇൻഡീസസിന്. പക്ഷേ സ്റ്റോക്കിനെല്ലാം മന്ത്ലി എക്സ്പയറി ആണ്. സ്റ്റോക്ക് ഇപ്പോഴും മന്ത്ലി എക്സ്പയറി തന്നെ. ഈ സെയിം ഫ്യൂച്ചേഴ്സിൻ്റെ മന്ത്ലി എക്സ്പയറി ആണ് സ്റ്റോക്കിൽ ഫോളോ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദ മണി ഉള്ളപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്തെന്ന് വെച്ചോ, ഒരു ഓപ്ഷൻ എടുത്തു, നമ്മുടെ ഭാഗ്യത്തിന് ഇത് ഇൻ ദ മണിയായി. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളിത് വിറ്റില്ല എങ്കിൽ ഇൻ ദ മണിയിൽ നമ്മൾ ക്ലോസ് ചെയ്യാത്തൊരു പൊസിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഡെലിവറി എടുക്കണം. അതായത് ആ സ്റ്റോക്ക് ഇപ്പോൾ റിലയൻസ് ആയിരുന്നെങ്കിൽ റിലയൻസിൻ്റെ 150 ക്വാണ്ടിറ്റി നമുക്ക് അവർ ഫിസിക്കലി ഡെലിവറി തരും. പക്ഷേ ഇത് 90% കേസിൽ നടക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻ ദ മണി വരും തോറും ബ്രോക്കർ നമ്മൾ എടുത്തേക്കുന്ന പൊസിഷനുള്ള മാർജിൻ കൂട്ടും, അല്ലെങ്കിൽ ബ്രോക്കർ സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. ഇവൻ സ്ക്വയർ ഓഫ് ചെയ്ത് കളയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഓപ്ഷനകത്തുനിന്ന് സെല്ലേഴ്സ് അല്ല, ഞാൻ പറഞ്ഞ സെല്ലേഴ്സാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ സെല്ലേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി, സെല്ലേഴ്സിന് തിരിച്ച് വാങ്ങാനില്ല. ഇപ്പോൾ മാർക്കറ്റ് നല്ലതായിട്ട് കയറി പോയപ്പോൾ സെല്ലേഴ്സ് ലോസ് ആയ കാരണം സ്ക്വയർ ഓഫ് ചെയ്ത് പോയി. ഇനി നമ്മുടെ പൊസിഷൻ വാങ്ങാൻ അവിടെ ആൾക്കാരില്ല എങ്കിൽ ഇത് ഓപ്ഷന് പോയിട്ടാണ് നമുക്ക് ഡെലിവറി വരുന്നത്. അപ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. അപ്പോൾ അതാണ് ചിലർക്ക് കേട്ടിട്ടില്ല 2 കോടി രൂപ അല്ല 20 ലക്ഷം രൂപ കൊടുത്ത് സ്റ്റോക്ക് ഡെലിവറി എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റീസെൻറ്റ് ഇന്നാളൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഓപ്ഷനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റി ഉള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്തെടുക്കുക. അത് കുറച്ച് ഇൻഡെപ്ത് സബ്ജക്റ്റാണ്, എനിക്ക് ഓപ്ഷൻ ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് സ്റ്റോക്കിനകത്ത് അങ്ങനെ ഒരു ട്രാപ്പുണ്ട്. ഓക്കെ, ഇനി ഇൻഡീസസ് ഞാൻ പറഞ്ഞു നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഡീസസ്. ഇപ്പോൾ NSEയിലെ ഇനി BSEയിൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും ബാങ്ക് എക്സും, ഇത് രണ്ടുമാണ് BSEയിലുള്ള ഇൻഡീസസ്.
ക്ലിയർ ആണോ? ഇതാണ് പാർട്ടിസിപ്പൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷന് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എലമെന്റ് ഉള്ള കാര്യമാണ്. 100% ഇക്വിറ്റി ആണ് എപ്പോഴും സേഫ് സൈഡ് ആണ് സംബന്ധിച്ചോളം ആണ് ആണ് അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ, ഇതൊരു ഗാംബ്ലിംഗ് ആണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞ പ്യുവർ ഗാംബ്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ എൻഡ് ആണ്, പക്ഷെ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. നമുക്ക് ലോസ് ബുക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് എടുത്ത് കളിക്കാം. ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീറോ ആയി പോകുന്ന കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പൈസ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ എമൗണ്ടിൽ നമുക്ക് വാങ്ങാം. 25,000 രൂപ ഇവിടെ ഫ്യൂച്ചർ നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നത്, പക്ഷെ ഇവിടെ 25,000 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ആ 25,000 രൂപ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്ത് അടുത്ത പൈസ കൊണ്ട് വീണ്ടും ഇപ്പം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും IRCTC വാങ്ങി, IRCTCയുടെ ഫ്യൂച്ചർ താഴെ പോയി, നമ്മൾ 950 വാങ്ങി, ഇപ്പോൾ 900 വന്നു. നമ്മൾ 50 പോയിന്റ് ഈ മാസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മൾ ആ 900 വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 950 വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് റിക്കവർ ആവും. അവിടുന്ന് പിന്നെ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഓപ്ഷൻസിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ദർ ഈസ് നോ ഓപ്ഷൻ. അത് നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ പുറത്ത് പോവുക, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ, നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ സീറോ ആയി പോകും. ഇവൻ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ പോലും ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ലോസ്. ഇപ്പം ഇന്നൊരു പൊസിഷൻ എടുത്തു, ഇന്ന് നമ്മൾ 5 രൂപയ്ക്ക് ഒരു പൊസിഷൻ എടുത്തു എന്ന് വെച്ചോ, 5 രൂപ പ്രീമിയം ഉള്ളത്. നാളെ മറ്റന്നാളും അവധിയാണ്. ഈ ഓരോ ദിവസവും DK ഉണ്ട്, അതിനെ തീറ്റ DK എന്നാണ് പറയുന്നത് ഈ ഓപ്ഷൻ ഗ്രീക്സിനകത്ത് വരുമ്പോൾ. അപ്പോൾ DK വെച്ചിട്ട് ഈ 5 രൂപ മൺഡേ ഒരു മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റും ഇല്ല, നമ്മൾ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടെ തന്നെ ആണെങ്കിൽ നമ്മൾ മേടിച്ച 5 രൂപയുടെ പ്രീമിയം ചിലപ്പോൾ 4 രൂപയായി മാറും. ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ ഒരു ട്രേഡും നടക്കാതെ ഈ 2 ദിവസത്തെ DK കൊണ്ട് തന്നെ നമുക്ക് 1 പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഓപ്ഷൻ്റെ വാല്യൂ നമ്മൾ 5 രൂപ വെച്ചിട്ട് 25,000 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ 4 രൂപ വെച്ചിട്ട് 20,000 രൂപയായി മാറി. നമുക്ക് ഓൾറെഡി ലോസ് ആയി കഴിഞ്ഞു അവിടെ. അപ്പോൾ അതാണ്. പിന്നെ നമുക്കത് കവർ ചെയ്യണമെങ്കിൽ 2 പോയിന്റ് ആ സ്റ്റോക്ക് കയറിയാൽ മാത്രമേ നമുക്ക് വീണ്ടും കോസ്റ്റ് വരത്തുള്ളൂ. അപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആവുന്നില്ല. പിന്നെ അത് അവിടെ നിന്നും കയറി കഴിഞ്ഞാലേ നമ്മൾ പ്രോഫിറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ വളരെ ഡേഞ്ചറസ് ആണ്. ഓപ്ഷൻ ഒരു ഗാംബ്ലിംഗ് ആണ്. ഓപ്ഷൻ മാക്സിമം ഹൈ കൺവിൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇന്ന് തന്നെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങുക, ആ ഒരു ഓപ്ഷന് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്റ്റോക്ക് ഓപ്ഷൻ. ഇനി ഇൻഡീസസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നിഫ്റ്റി മേലോട്ട് പോകുമ്പോൾ എടുക്കുക. എപ്പോൾ അറിയാം, ഇപ്പോൾ നിഫ്റ്റി താഴോട്ട് പോവുകയാണെങ്കിൽ ലോസ് അടിച്ചു പോകും, സ്റ്റോപ്പ് ലോസ് കൊണ്ട് അടിച്ചു പോകും. മിക്കപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഓപ്ഷൻ ചെയ്യുന്നവരെല്ലാം ലോസിലായിരിക്കും എൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെബി തന്നെ പറഞ്ഞേക്കുന്നത് 99 പേരിൽ 100 പേര് 99 പേര് ലോസ് ആണ്, ഒരാൾ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, എന്താ ബ്രോ ഇനി ഡൗട്ട് ഉണ്ടോ ബെൻ ബ്രോ ഓപ്ഷന്റെ കേസിൽ? ഇതിന് നമുക്കൊന്നുമില്ല, നമുക്ക് ഇല്ല ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല, ഇതിനകത്ത് കിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ട്രൈ ചെയ്യാതിരിക്കുക, പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ട് അത് ചെറിയ എമൗണ്ട് വെച്ചാണെങ്കിൽ ട്രൈ ചെയ്തു, പക്ഷെ നല്ലൊരു മെയിനായിട്ട് ഒരിക്കലും ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് നല്ല, സിങ് ആണ് നല്ലത്. അപ്പോൾ അത് ഈവൻ ഇൻട്രാഡേ പോലും റിസ്ക്കാണ്. ഇൻട്രാഡേ നമ്മൾ വിചാരിക്കുന്നത് തുറന്നില്ല, ന്യൂസിനെ ബേസ് ചെയ്തിട്ട്. ഇന്നലെ തന്നെ ന്യൂജൻ നിങ്ങൾ കണ്ടേ, രാവിലെ ന്യൂജൻ അടിച്ച് 200 പോയിന്റ് അടിച്ച് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 100 പോയിന്റ് തിരിച്ചിറങ്ങി പോരുന്നു. അപ്പോൾ ഇൻട്രാഡേ എടുത്ത ഒരാൾ ഹോൾഡ് ചെയ്യുകയാണെന്ന ആളുടെ അവസ്ഥ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാഡേ പോലും നമുക്ക് റിസ്ക്കിയാണ്. ഈവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടൈം സിങ്ങുകൾ മാത്രമാണ് അറ്റ്ലീസ്റ്റ് പൈസ നമുക്ക് ജനറേറ്റ്. കാര്യം നമുക്ക് ലോസ് ഒന്നുമില്ല, മാർക്കറ്റ് എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോൾ സ്റ്റോക്ക് തിരിച്ചു വരുവാണ്, അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോവുകയാണ്, നമ്മുടെ കയ്യിൽ ഇല്ല. ആ കോൺട്രാക്ട് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഒന്നുമില്ല, ആ പൈസ നമ്മുടെ നിന്ന് പോയെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഇത്. പിന്നെ ഇത് ഹൈലി കൺവെൻഷൻ ഉള്ളവർക്ക്, നല്ല പൈസ ഉള്ളവർക്ക്, ഇപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായിട്ട് പോകുന്ന മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ എടുത്തോ. ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസത്തിനകം മാർക്കറ്റ് ഉറപ്പായിട്ട് ആ സ്റ്റോക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചേക്കും. അപ്പോൾ സ്റ്റോക്കിൽ പോലും സംഭവിക്കുന്ന കാര്യം. അപ്പോൾ മാർക്കറ്റിൽ എല്ലാം ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചേക്കുക, എന്തെങ്കിലും കാരണവശാൽ നാളെ റിലയൻസ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലാന്റ് ആണ്, റിഫൈനറി ആണ്, ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഫയർ ഉണ്ടായാൽ പോലും നല്ലൊരു ബ്ലാസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ആ ഫാക്ടറിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പം സംഭവിച്ചാൽ പോലും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, സംഭവിച്ചാൽ പോലും നാളെ രാവിലെ വരുമ്പം ആൾക്കാരെല്ലാം സ്റ്റോക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ തന്നെ കഴിവുള്ളവരൊക്കെ വിറ്റൊഴിവാക്കും. നമ്മൾ എൻ്റെ പിൻ ലോസ്, ഈ സാധനം അടിച്ച് താഴെ പോകും. താഴെ പോയി കഴിഞ്ഞാൽ LC അടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, സാധനം എത്ര വലിയ സ്റ്റോക്കാണെങ്കിലും LC അടിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ വാങ്ങിക്കാൻ ആൾക്കാരില്ല. അതുകൊണ്ട് ഇതെല്ലാം ഈ റിസ്ക് നമ്മൾ 100% അറിഞ്ഞുകൊണ്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്, നിങ്ങൾ ഫുൾ എമൗണ്ട് സ്റ്റോക്കിലിടരുത്. മ്യൂച്വൽ ഫണ്ടിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും മറ്റ് പല ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ബോണ്ടുകൾ, അങ്ങനെ പല ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവൻ ഗോൾഡിൽ എല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയും കൊണ്ടുവന്ന് ഇക്വിറ്റിയിൽ ഇടുന്നത് സേഫ് അല്ല. ഇങ്ങനത്തുള്ള കേസുകൾ വരുമ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് പിന്നെ റിക്കവർ ചെയ്യാൻ ടൈം അറിയാലോ. ഇപ്പോൾ പാൻഡമിക് വന്നപ്പോൾ അടിച്ചു പോയത് നമുക്കറിയാം, അതുപോലെ തന്നെ റിസഷൻ വരുമ്പോൾ അടിച്ചു പോകുന്നത് അറിയാം. അപ്പോൾ ഇതെല്ലാം 100% റിസ്ക് ആണ്. ഇവൻ ഇക്വിറ്റി ആയാലും ഓപ്ഷൻസ് ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും എന്തും ആയാലും. ക്ലിയർ അല്ലേ അത്? ഇപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ മാനുഫാക്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആ സ്റ്റോക്ക് അടിച്ച് താഴെ പോകും. പിന്നെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ ആ ഒരു 100 രൂപ ഉണ്ടായിരുന്നു ചിലപ്പോൾ നാളെ 110 രൂപ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ വെച്ചിരുന്നതായിരിക്കും. നമുക്ക് പിന്നെ ഒരു 10 കൊല്ലത്തേക്ക് ആ 110 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ നമ്മൾ കളഞ്ഞിട്ട് ആ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വരും. അത് ക്ലിയർ അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണത്. അതെ, ക്ലിയർ ആണ്. ഇപ്പൊ റസൽ ഇന്ത്യ ലിമിറ്റഡില് എന്റെ ഏകദേശം ഒരു 75,000 ഉണ്ടായിരുന്നു. അപ്പൊ അത് ആകെ 15,000 ഉള്ളൂ. എല്ലാ ദിവസവും LC ആണ്. നമുക്ക് ആ ഉള്ളത് ഇറങ്ങാൻ പറ്റില്ല. അതാണ് LC. ഇപ്പൊ എനിക്കും അങ്ങനത്തെ 1-2 ഉണ്ട്. LC വന്ന് വരുന്നോണ്ട് കാരണം ഇറങ്ങാൻ പറ്റണില്ല. LC അവരൊരിക്കലും ഒരു കമ്പനീന്റെ ഒരു ഡിക്ലറേഷനും ഇല്ല. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ അവരുടെ ഭാഗത്തുനിന്നില്ല. അതിനകത്ത് ഇൻവെസ്റ്റർ റിലേഷൻസിനകത്തെ ആ കമ്പനി സെക്രട്ടറിക്ക് മെയിൽ അയച്ചു ചോദിക്കാൻ പറ്റും നമുക്ക് കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ. അതിനകത്തൊരു ഇമെയിൽ ID ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് നോക്കിയിരുന്നു. അത് ശരി, ഓക്കെ ഓക്കെ. അതിനകത്ത് അവർക്ക് മെയിൽ അയച്ച് ചോദിക്കാൻ പറ്റും നമുക്ക്. വി ആർ ആൾസോ എ പാർട്ട്ണർ. നമുക്ക് ചോദിക്കാൻ പറ്റും കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണ്, ഇത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ ഉള്ള ഈ ബോർഡ് മീറ്റിംഗ് അത് ഇതൊന്നും അറ്റൻഡ് ചെയ്യാത്ത മിക്ക നല്ല ഇൻവെസ്റ്റേഴ്സ് എല്ലാം കമ്പനിയുടെ വോട്ടിംഗ് വന്നാലും ബോർഡ് മീറ്റിംഗ് ഒക്കെ വന്നാലും ചെറിയ ഇൻവെസ്റ്റർ ആയാൽ പോലും അവരത് അറ്റൻഡ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നമുക്കൊരു കമ്പനിയെ കുറിച്ചൊരു ഫ്യൂച്ചർ വിഷൻ കിട്ടും. കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു അഗ്രസീവ്നെസ്, അവർ എത്രത്തോളം ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആണ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഞാൻ നോക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ബോർഡ് മീറ്റിങ്ങിൻ്റെ ഒക്കെ ഓഡിയോ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഇതിനകത്ത് അവൈലബിൾ ആണ് NSE-യിൽ. അതെടുത്ത് നമുക്ക് കേൾക്കാം. ഓഡിയോ മീറ്റിങ്സിൻ്റെ എല്ലാം ഓഡിയോ റെക്കോർഡഡ് വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അവർ അതെല്ലാം പറയുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ഇപ്പോൾ എന്താണ്, ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് പ്രോഫിറ്റ്, ഒരു ഡീറ്റെയിൽ ആണ്. നമ്മൾ ഈ പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അവരുടെ ഇതുണ്ടല്ലോ, എന്താണ് ഓഡിറ്റർ റിപ്പോർട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അത് നമുക്ക് പേപ്പറിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ വോക്കലായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഇൻഡെപ്ത് കിട്ടും. അത് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സീരിയസ്ലി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനികളാണെങ്കിൽ അങ്ങനെ സീരിയസ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഫണ്ടമെൻ്റൽ നോക്കാതെ നമ്മളിപ്പോൾ ടെക്നിക്കലി ചെറിയ ഷോർട്ട് ടൈം ഗെയിന് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും നമ്മൾ സിങ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ ബ്രേക്കൗട്ട് പ്രീവിയസ് ലെവൽസ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും വലിയ ബോധമല്ല. ഇപ്പം നമ്മൾ ഒരാഴ്ച അല്ലെ ഒരു മാസം അല്ലെ 3 മാസത്തിൽ കൂടുതൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടില്ല. പിന്നെ പെട്ടുപോയാൽ മാത്രമേ ലോങ് ടൈം ആക്കത്തുള്ളൂ. അതും നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റാണ്. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഇറങ്ങുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ തിരിച്ച് ആ ലെവൽ വരുമ്പോൾ മേടിച്ചാൽ മതിയല്ലോ. പിന്നെ അത് താഴെ പോയി U-ടേൺ അടിച്ച് തിരിച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലത് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു മൈൻഡിലാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ കാൽക്കുലേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 5% ലോസ് ആണ്, 5% റിക്കവറി 5% മതി. പക്ഷേ 6%, 7% ഇങ്ങനെ താഴോട്ട് പോകും തോറും റിക്കവറി ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് കൂടി വരും. ടീച്ചർ മാത്സ് ആയിരുന്നോ? അല്ല
അല്ല, ഓക്കെ. മാത്സ് ടീച്ചർമാരാന്നേ പെട്ടെന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് കാൽക്കുലേഷൻ നോക്കിയത് ഇപ്പോൾ 5% ലോസ് ആണ്, 5% കൊണ്ട് റിക്കവർ ആകാൻ പറ്റും. പക്ഷെ 5% കൂടുതൽ പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുന്ന പെർസെൻറ്റേജ് തിരിച്ച് കൂടി കൂടി വരും. 10% കഴിഞ്ഞാൽ 15% ചിലപ്പോൾ റിക്കവറി വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു കാൽക്കുലേഷനോടുണ്ട് മാർക്കറ്റിൽ, ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ മാതിരി തന്നെ. അപ്പം അതാണ് ഇതിനകത്തെ ഒരു പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടാണ് ബയർ. ഇപ്പോൾ മാർക്കറ്റിലെ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയറുണ്ട്, ബ്രോക്കറുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേറ്റ്, ബ്രോക്കർ, സെല്ലർ. ഇപ്പോൾ യൂഷ്വലി ഇതിനകത്ത് നമ്മളിവിടെ സെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഇൻട്രാഡേ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു എനിക്കൊരു പണി കിട്ടിയ സെക്ടറും കൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആർക്കെങ്കിലും അറിയാത്തവർക്കുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഫാസ്റ്റ് മൊമെൻറ്റിൽ പോകുന്ന ഒരു സ്റ്റോക്ക് പോയി ഷോർട്ട് സെല്ല്. നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇതിൻ്റെ ഹൈ ഇവിടെ വന്ന് അടിച്ചിട്ട് ഇത് താഴോട്ട് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു 3-4% കയറി പോകുന്ന ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരിക്കലും ഷോർട്ട് സെല്ല് ചെയ്യരുത്. ഷോർട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്ത് വിടരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ഇൻട്രാഡേ വന്നു. ആ സാധനം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഹോൾഡിങ്ങിലുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം, കുഴപ്പമില്ല. നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ നേക്കഡായിട്ട് പോയി ഒരിക്കലും സെല്ല് ചെയ്യരുത്. നേക്കഡായിട്ട് പോയി സെല്ല് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സെല്ല് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് അവിടെ നിന്ന് മൂവ് ചെയ്ത് യൂസി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് ബൈ ചെയ്ത് തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് ബൈ ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും പിന്നെ സെല്ല് ചെയ്താലല്ല നമുക്ക് ബൈ ചെയ്ത് ഇറങ്ങാൻ പറ്റും. എനിക്കിത് ഹൊണാൻസ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൽ പണി കിട്ടിയതാണ്. ഇതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നോക്കി ഞാൻ സെല്ല് ചെയ്തു. ഈ സാധനം താഴോട്ട് വന്നു, ഞാൻ 5 പോയിന്റ് നോക്കി, അത് 2 പോയിന്റ് താഴോട്ട് വന്നോളൂ. തിരിച്ച് 2 പോയിന്റ് താഴോട്ട് വന്നിട്ട് അടിച്ച് പോയി യൂസി അടിച്ചു. യൂസിക്ക് ഒരു 5 പോയിന്റ് വ്യത്യാസമുള്ളൂ. ആ 5 പോയിന്റ് തിരിച്ച് കയറി പോയി യൂസി അടിച്ചു, ലോക്കായി, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് പിന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ഇത് ഓപ്ഷനിൽ പോകും. എന്ന് വെച്ചാൽ ഇൻട്രാഡേ നമ്മൾ 3:15 ക്ലോസ് ചെയ്യണം. നമുക്ക് ബൈ കിട്ടാത്തതുകൊണ്ട് അത് നെക്സ്റ്റ് ഡേ ഓപ്ഷന് പോകും. നെക്സ്റ്റ് ഡേ ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ നെക്സ്റ്റ് ഡേയുടെ ഹൈ പ്രൈസ് പ്ലസ് 20%, ഇന്നലെ BTST പറഞ്ഞ മാതിരി തന്നെ 20% കൂടെ ആഡ് ചെയ്ത് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെനാൽറ്റി അടിച്ചു തരും. എനിക്കെന്തോ 150 ക്വാണ്ടിറ്റി എങ്ങാണ്ട് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേയുടെ ഡിഫറൻസും കാൽക്കുലേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് 8,000 രൂപയ്ക്ക് അടുത്ത് പെനാൽറ്റി കിട്ടി. എന്നിട്ട് ബാക്കി 10,000 രൂപയ്ക്കാണ്ട് വാങ്ങി 2,000 രൂപ തിരിച്ചു വന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം സെറ്റിൽമെൻറ്റായി തിരിച്ചു വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു കാരണവശാലും ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ യൂസി പോകുന്ന നല്ല മൊമെൻ്റം ഉള്ള സ്റ്റോക്കിൽ പോയി ഒരു കാരണവശാലും ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള ഒരേ ഒരു മെത്തേഡ്, എന്തെങ്കിലും ബാഡ് ന്യൂസ് വരുവാണ്. ഹിൻഡൻബർഗ് അദാനിയെ പിടിക്കാൻ വന്നപ്പോൾ പോയി ഷോർട്ട് സെല്ല് ചെയ്തവർക്കൊക്കെ പൈസ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് സെബി അവിടെ റൂള് വെച്ചത് പുതുതായിട്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഹോൾഡിംഗ് കയ്യിലില്ലെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പുതിയ റൂളും കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതുപോലെ ന്യൂസ് കൊടുത്തിട്ട് ബ്ലൈൻഡായിട്ട് ഷോർട്ട് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് മേടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതിനകത്തുനിന്ന് അത് റെഡ്യൂസ് ആയി പോയിക്കോളും. അത് സെല്ലായിട്ട് കൺസിഡർ ചെയ്തങ്ങ് പോയിക്കോളും, നമ്മൾ ഒഴിവാക്കിയതായിട്ട്. അപ്പോൾ അത് ക്ലിയർ ആണോ? ഇതുപോലെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ ആരെങ്കിലും? അപ്പം അതുകൊണ്ട് യൂസി സ്റ്റോക്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യരുത്. BTST എടുക്കുമ്പോൾ വോളി ഇല്ലാത്ത സ്റ്റോക്കിൽ BTST എടുത്ത് നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യരുത്. എന്ന് വെച്ചാൽ BTST നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കുന്ന സ്റ്റോക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടത്തുള്ളൂ. ചില ബ്രോക്കേഴ്സ് ഉണ്ട്, ആ ബ്രോക്കേഴ്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ BTST എടുത്ത് ഇന്ന് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മുടെ പോർട്ട്ഫോളിയോ പോലും കാണിക്കത്തില്ല. 3-ാമത്തെ ദിവസം നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്ക് കാണിക്കാം, നല്ല നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മറ്റ് ബ്രോക്കേഴ്സ്, ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും ഈ സീറോ ബ്രോക്കേഴ്സൊക്കെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് കിട്ടിയാലും കിട്ടിയില്ല നമ്മുടെ പോർട്ട്ഫോളിയോ ഇട്ട് തരും, സ്റ്റോക്ക് വാങ്ങി ഇവിടെ കിടപ്പുണ്ടെന്ന്. നമുക്കത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ ഏറ്റവും ഡേഞ്ചർ നെക്സ്റ്റ് ഡേ അത് വിൽക്കാനൂടെ അവർ അലോ ചെയ്യും. എന്ന് വെച്ചാൽ അത് വിൽക്കാൻ അലോ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു അണ്ടർടേക്കിംഗ് കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് ഈ സ്റ്റോക്ക് വിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർടേക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അവർ നെക്സ്റ്റ് ഡേ വിൽക്കാനും അലോ ചെയ്യും. വിൽക്കാൻ അലോ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണിയാണ്. അതും ഇതുപോലെ തന്നെ പെനാൽറ്റിയിൽ അവസാനിക്കും. അതുകൊണ്ട് T1 വിൽക്കാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത്രയ്ക്ക് വോളിയുള്ള സ്റ്റോക്ക് ആയിരിക്കണം. ഈ Nifty 50-ലുള്ള സ്റ്റോക്കുകളൊക്കെ, ഇപ്പോൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിലൊക്കെ ഉള്ള സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ നല്ല വോളിയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പോകും. അതുകൊണ്ട് ചില ബ്രോക്കേഴ്സ് കാണിക്കത്തേ ഇല്ല, നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വരത്തുള്ളൂ. ചിലർ കാണിച്ചാലും വിൽക്കാനും ആലോചിക്കത്തില്ല.
പിന്നെ ജിയോജിത്തിലൊന്നും വിൽക്കാൻ പറ്റില്ല, T1 വിൽക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സെബു എന്ന് പറഞ്ഞ ബ്രോക്കറിൽ കാണിക്കത്തേ ഇല്ല, അവർ അതിനടുത്ത ദിവസമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അന്ന് മേടിക്കുന്നതിൻ്റെ പിറ്റേ നമുക്ക് പോർട്ട്ഫോളിയോയിൽ ഇല്ല, അപ്പോൾ അത് വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് കാര്യം എന്താ, നമ്മൾ വിറ്റ് കഴിഞ്ഞ് അവർ ഇമീഡിയറ്റ് നമുക്ക് വിറ്റതായിട്ട് കാണിച്ച് കുറച്ച് പൈസ തരും. ആ പൈസ കൊടുത്ത് നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാമല്ലോ, നല്ല അവർക്ക് ബ്രോക്കറേജ് കിട്ടും. അതുകൊണ്ടാണ് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് മാക്സിമം ട്രേഡ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ സെറ്റിൽമെൻറ്റും തന്ന് അടുത്ത സ്റ്റോക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇത് ചെയ്യുന്നത്. പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും, പെനാൽറ്റി അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വന്ന ടോപ്പിക് ഇതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ടോപ്പിക്ക് വിട്ട് കാട് കയറിപ്പോയി. 12 മണിയല്ലേ? ഓക്കെ, 4:30 ആയി. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ഇൻഡീസസിനെ കുറിച്ചാണ് നമ്മൾ പറയാമെന്ന് വെച്ചാൽ, ഇൻഡീസസ് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ്. നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളുണ്ട്. 50 സ്റ്റോക്കുകളുടെ ഒരു സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 13-14 സെക്ടറിലായിട്ട് പരന്ന് കിടക്കുകയാണ്. ആ 14 സെക്ടറിലെ പല സ്റ്റോക്കുകൾ, നല്ല മാർക്കറ്റ് ക്യാപ്പ്, നല്ല മൂവ്മെൻറ്റും നല്ല ഇതുമുള്ളത്, അതിൻ്റെ P&L എല്ലാം നോക്കിയിട്ട് ഒരു കാൽക്കുലേഷൻ വഴിയാണ് ആ സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകളെ കുറച്ച് മാസങ്ങൾ ചിലപ്പം അതിൽ വെക്കും. ഇതിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അവർ ഡീവിയേറ്റ് ആവുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് പുറത്താക്കും. ഇപ്പോൾ നേരത്തെയൊക്കെ കുറേ സ്റ്റോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാം, നിഫ്റ്റി 50 സ്റ്റോക്കുകൾ, ഇത്ര സ്റ്റോക്കുകൾ പുറത്തു പോകുന്നു, ഇത്ര സ്റ്റോക്കുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവർക്ക്. അവരൊരു 3 to 6 months ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവരിങ്ങനെ അത് മാറ്റിക്കൊണ്ടേയിരിക്കും സ്റ്റോക്കിനെ. അപ്പോൾ അതൊരു 13-14 സെക്ടറിൽ നിന്നാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ 13-14 സെക്ടറിൽ നിന്ന് കാണിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഒരു കൺട്രിയിലെ ഒരു എക്കണോമിക് ഗ്രോത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല സെക്ടറിൽ നിന്ന് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരിടത്ത് നിന്ന് ഇപ്പോൾ ബാങ്ക് സെക്ടറിൽ നിന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കെല്ലാം നല്ലതായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫോൾസ് ഇൻഫർമേഷൻ അല്ലേ. അപ്പം പല സെക്ടർ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, IT സെക്ടർ, ഓട്ടോമൊബൈൽ സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഇങ്ങനെ പല സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സെക്ടർ ഇത് കൊടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സൂചികയാണ്, നമ്മുടെ എക്കണോമിയുടെ ഒരു സൂചിക കൂടിയാണ് ഈ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സ് ഇതുപോലെ പല സെക്ടർ ബേസ് ചെയ്തിട്ടാണ് ഇത്. ഇപ്പോൾ ഇത് എടുത്തേക്കെന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഇസ് കമ്പ്യൂട്ടഡ് യൂസിങ് ദ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് മെത്തഡോളജി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ്. അതിൻ്റെ മൂവ്മെൻറ്റുകളും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ബിസിനസ്സും എല്ലാം നോക്കിയിട്ടൊക്കെയാണ് ഇതിനകത്തേക്ക് അവർ കൊണ്ടുവരുന്നത്. അത് മോശമായ കമ്പനികളെ പുറത്താക്കിയിട്ട് പുതിയ കമ്പനികളെ കൊണ്ടുവരും. ക്ലിയർ ആണോ? അപ്പൊ ഇനി നമ്മൾ ഈ നിഫ്റ്റി മൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും ഈ വെബ്സൈറ്റ്. അതാണ് നിഫ്റ്റി ഇൻഡീസസ് എന്ന് പറയുന്ന indexes.com എന്ന് പറയുന്നത്. ഇത് ആരും യൂസ് ചെയ്തിട്ടുണ്ടോ ഈ വെബ്സൈറ്റ്? എത്ര പേരുണ്ട് ഇപ്പം? ഇല്ല, അപ്പോൾ ഒരു പുതിയ അറിവാണ്. 16 പേരുണ്ടല്ലേ. നിഫ്റ്റി ഇൻഡീസസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡെക്സിൻ്റെ പാർട്സ് നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ ചേർന്നാണ് ഇൻഡെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോ ഇൻഡെക്സും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ, അതിൻ്റെ കൺസിസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഒരു ഇൻഡെക്സ് കമ്പനി. നിഫ്റ്റി indexes.com എന്നാണ്. അപ്പോൾ ഇതിൽ ഇൻഡീസസിൽ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഞാൻ എടുത്തു. ഈ നിഫ്റ്റി ഇത് നല്ല രസമുള്ള ഇതാണ് വെബ്സൈറ്റാണ്. ഇത് നമുക്കിങ്ങനെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കാനും ഇതിനകത്ത് ഡാറ്റ നമുക്ക് എടുക്കാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റാണ്. നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റ് വരുന്നവർക്ക് ആദ്യം തുടക്കക്കാർക്ക് ഇത് ഇൻഡെക്സിനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ നിഫ്റ്റി എന്താണ്, നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സ് എങ്ങനെ ഇത് ചെയ്യുന്നതിൽ ഇത് നല്ല സാധനമാണ്. അപ്പോൾ ഇത് കണ്ട, ഇതിനകത്ത് ഇത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. നിഫ്റ്റി 50യുടെ ഒരു മൂവ്മെൻ്റ് ആണ് കാണിച്ചേക്കുന്നത്, ഇന്നത്തെ ചാർട്ട്. ഇത് ചാർട്ടൊക്കെ നമുക്ക് മാറ്റാം, ഡേ ഒക്കെ ആക്കാം. അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് അതിനെക്കുറിച്ചുള്ള ഫാക്ട് ഷീറ്റാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാറ്റലോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് നിഫ്റ്റി 50, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യിലെ സെക്ടോറിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണുന്നത്. നിഫ്റ്റി 50 എന്ന് പറയുന്നതിൽ നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 32% ഫൈനാൻഷ്യൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷനാണ്.
11.97 ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ്. IT ഇൻഫർമേഷൻ ടെക്നോളജി 14%, ഓട്ടോമൊബൈൽ 8.3, ഫാസ്റ്റ് മൂവിങ് FMCG അതായത് നമ്മുടെ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ, FMCG ഒക്കെ, ഫുഡ് മാത്രമല്ല മറ്റേ ഫാസ്റ്റ് മൂവിങ് നമ്മുടെ കൺസ്യൂമർ പ്രോഡക്ട്സ് എല്ലാം വരും അതിനകത്ത്. ഡാബർ മറ്റേത് മറിച്ച് എല്ലാം വരുമല്ലോ, P&G ഒക്കെ. അപ്പോൾ അത് 8.4%. കൺസ്ട്രക്ഷൻ L&T പോലുള്ള കമ്പനികൾ മറ്റ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട്. പിന്നെ മെറ്റൽ മൈനിങ്, മറ്റേ കോൾ ഇന്ത്യ അത് ഇതൊക്കെ വരുന്നതിനകത്താണ്. മെറ്റൽസിനകത്ത് ടാറ്റ സ്റ്റീൽ അത് ഇതൊക്കെ കുറേ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതാ സ്റ്റോക്കുകളാണ്. ഇത് പവർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, സർവീസസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ടെലികമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഭാരതി ഉണ്ടാവും. ഹെൽത്ത് കെയറിനകത്ത് രണ്ടും വരും, ഫാർമയും വരും, ഹെൽത്ത് കെയറും വരും, ഹോസ്പിറ്റൽസും വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്ടർ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ബാങ്കും ഉണ്ട് ഫൈനാൻഷ്യൽസും ഉണ്ട്, അതായത് NBFCs വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ബാങ്കിങ് സെക്ടേഴ്സ് മൂവ് ആയി കഴിഞ്ഞാൽ നിഫ്റ്റി ഭയങ്കരമായിട്ട് മൂവ് ആവും. അപ്പോൾ ഇനി ബാങ്കിങ്ങും നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് റിലയൻസുമായിട്ടുള്ള കമ്പനികൾ കയറി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നിഫ്റ്റി അടിച്ചു കയറുന്ന കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ അത് കയറുമ്പോൾ തന്നെ 50% മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഈ രണ്ട് സെക്ടർ കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ ITയും ബാങ്ക് കൂടെ കയറി കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് അടിച്ചു കയറി പോകുന്നതാണ്. അപ്പം ഇതൊരു ക്ലിയർ ആയില്ലേ സെക്ടർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ സെക്ടർ ഡിസ്ട്രിബ്യൂഷനകത്ത് ഇനി ഫൈനാൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സ്റ്റോക്കാണ് ആ ഫൈനാൻഷ്യൽ സെക്ടറിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ ഉണ്ടോ. HDFC ബാങ്ക് 11%, ICICI ബാങ്ക് 7.7%, ആക്സിസ് ബാങ്ക് 2%, ഇപ്പോൾ SBI. ഇപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സെക്ടർ മൂവ് ചെയ്യും. ഇതിന് നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആവും. ഇവിടെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ തന്നെ 11% HDFC ബാങ്കാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ HDFC ബാങ്കും റിലയൻസ് ഉണ്ട്, റിലയൻസ് കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി പറക്കും. മിക്ക ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നിഫ്റ്റി പറക്കുന്ന ദിവസം HDFC ബാങ്കും റിലയൻസും ഒന്നിച്ച് മൂവ് ചെയ്യുന്നത് കാണാം. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇവർ രണ്ടുകൂടെ 3 പേരോട് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഒക്കെ പറക്കും. പിന്നെ ഉള്ള ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ, NBFCs ഒക്കെ വരുന്നത് ബജാജ് ഫൈനാൻസ് ഉണ്ട്, പിന്നെ SBI ലൈഫ്, ബജാജ് ഫിൻസർവ്, HDFC ലൈഫ്സ്, ഇതൊക്കെ ഇൻഷുറൻസും ഫൈനാൻസ് സെക്ടറിലാണ്. ഇൻഡസ് ബാങ്ക്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഫൈനാൻസ് സെക്ടറിൽ നിന്ന് നിഫ്റ്റിയെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റോക്കുകൾ. ഇനി നമുക്ക് വേറെ സെക്ടർ നോക്കാം. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ നോക്കാം. 9% റിലയൻസ് ആണ്. അപ്പം HDFC 11, ഇത് 9 ആയി കഴിഞ്ഞാൽ തന്നെ 20% മേളിൽ നിഫ്റ്റിയുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഈ രണ്ട് സ്റ്റോക്കുകളാണ്. പിന്നെ ഇതിനകത്ത് ONGC, കോൾ ഇന്ത്യ, BPCL. ഹെൽത്ത് കെയർ നോക്കിയാൽ ഹെൽത്ത് കെയർ 4%, സൺഫാർമ, റെഡ്ഡി, അപ്പോളോ, സിപ്ല ഇതൊക്കെയാണ് ഹെൽത്ത് കെയറിലെ അധികായന്മാർ. IT ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ITയിൽ ഇൻഫി, TCS, SCL ടെക്. ഇൻഫിയും TCSും ആണ് ITയിൽ അധികായന്മാർ. അവർ രണ്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ IT തന്നെ മൂവ് ചെയ്യും. പിന്നെ കൂടാതെ നിഫ്റ്റിയെ വേണമെങ്കിൽ 10% ഉണ്ട്. IT ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഈ 10% നിഫ്റ്റിയിൽ 10% കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ എല്ലാ സെക്ടറിലും ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി. NTPC, പവർ ഗ്രിഡ്, ഫാസ്റ്റ് FMCGയിൽ HUL ഉണ്ടാവും. ITC, ഹിന്ദുസ്ഥാൻ ITC ആണ് കൂടിയ കമ്പനി. ITCയുടെ സ്റ്റോക്ക് പ്രൈസ് കുറവാണെങ്കിലും ITCയുടെ മാർക്കറ്റ് ക്യാപ് മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ITCയുടെ വെയിറ്റേജ് കൂടുതലാണ്. ITC ഉണ്ട് 4% ഉണ്ട്. ഹിന്ദുസ്ഥാൻ ലിവർ 2000-3000 ഉണ്ടെങ്കിൽ തന്നെയും അത് 2% ഉള്ളൂ. അപ്പം സ്റ്റോക്കിന്റെ വാല്യൂലല്ല കാര്യം, അത് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് വില കുറഞ്ഞ സ്റ്റോക്കിന്റെ വാല്യൂലല്ല കാര്യം, സ്റ്റോക്കിന്റെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയിലാണ് സ്റ്റോക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചില കമ്പനികൾ സ്റ്റോക്കിനെ 1:10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ചിലപ്പോൾ 1:100 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റേജ്. ഇപ്പോൾ 100 രൂപയുടെ സ്റ്റോക്ക് മാത്രം നമ്മൾ മേടിക്കുന്ന പിടിച്ചിട്ട് കാര്യമില്ല. 1000 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചാലും അത് വർത്താണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ആ സ്റ്റോക്കിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഈ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2000 എക്സ്പെൻസീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പെൻസീവ് ആകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് കുറവായിരിക്കും. ITC വില കുറവാണെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ബേസ് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? ഇത് ആദ്യമായിട്ടാണോ കാണുന്നവരുണ്ടോ? ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, നേരത്തെ അറിയാവുന്നവർക്ക് ബോറിംഗ് ആയിരിക്കും.
പിന്നെ ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരാം. എക്സലിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഇൻഡെക്സ് കൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സലിലേക്ക് ഇത് ചെയ്ത് കിട്ടും, ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ആ ഒരു പെർസെൻറ്റേജും സ്റ്റോക്കിൻ്റെ ഒരു ഇതും വെച്ചിട്ടാണ് ഡൗൺലോഡായി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഗൂഗിൾ ഷീറ്റിനകത്ത് എങ്ങനെയാണ് പ്രൈസ് മോണിറ്റർ ചെയ്യുന്നതാണെങ്കിൽ വേറൊരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറൊരു സെക്ഷനിൽ നമുക്ക് ചുമ്മാ ഒരു ദിവസം ഇരിക്കാം. ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ എല്ലാം മോണിറ്റർ ചെയ്യും. ഇപ്പോൾ എനിക്കിവിടെ ഉണ്ട് ഗൂഗിൾ ഷീറ്റ്, ഫുൾ ഗൂഗിൾ ഷീറ്റ് എൻ്റെ ഉണ്ട് ഇവിടെ. അപ്പം ഇതാണ് ഡൗൺലോഡായി വരും. പിന്നെ ഇന്നത്തേതാണ് ടോപ്പ് ഗെയിനേഴ്സ്, നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ്, നിഫ്റ്റിയിലെ ലൂസേഴ്സ്. ഫോർഗിഡൊക്കെ 2 ദിവസം കയറി പിന്നെ അടിച്ച് താഴെ ഇറങ്ങിയ. ഇനി നമുക്ക് അടുത്തൊരു ഇൻഡീസ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നോക്കാം. ഓക്കെ, ഇവിടെ സെക്ടോർ ഇൻഡീസ് ഉണ്ടോ? ഇത് ബ്രോഡ് ഇൻഡീസസ്. ഇതിനകത്ത് നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് 50 കമ്പനികൾ. ഈ 50 കഴിഞ്ഞിട്ട് അടുത്ത 50 ആണ് അത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡൗൺലോഡായി വന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് കമ്പനി, ഇൻഡസ്ട്രി, സിമ്പിൾ, സീരീസ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സൽ, നിങ്ങൾക്ക് എക്സലിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ്, എനിക്ക് 20ക്ക് മേളിലുള്ളതാണെന്ന് തോന്നുന്നു വെർഷൻ ആണെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് പ്രൈസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എക്സൽ അല്ല, ഇതൊരു ചൈനീസ് ആപ്പാണ്, WPS. ഇതിനകത്തില്ല. മറ്റേ മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് നമുക്ക് പ്രൈസ് ഡൗൺലോഡ് ചെയ്യാം കറക്റ്റ്. ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസുകൾ എടുക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് ഗൂഗിൾ ഫൈനാൻസ് അല്ല, ഡയറക്റ്റ് തന്നെ മൈക്രോസോഫ്റ്റിന് തന്നെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ പ്രൈസ് വരും. അത് ലേറ്റസ്റ്റ് എക്സലിനകത്തെല്ലാം ഉണ്ട്. ഇതിങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് പ്രൈസ് ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. പ്രൈസ്, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ എല്ലാം നമുക്ക് ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും എക്സലിനകത്ത്. ഓക്കെ, അപ്പം നമ്മൾ പഴയതിലേക്ക് പോകാം. ഇപ്പോൾ ഇനി ഇൻഡീസസിൽ ഇത് ബ്രോഡ് ഇൻഡീസസ്, നിഫ്റ്റി 100, 200, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 150 കമ്പനികൾ, മിഡ് ക്യാപ്പിൽ 50 കമ്പനികൾ, പിന്നെ മിഡ് ക്യാപ്പ് സെലക്ട്, മിഡ് ക്യാപ്പ് 100 എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിലുണ്ട്. ഇപ്പം നമ്മളെടുത്തേക്കുന്ന സ്റ്റോക്കുകൾ മിഡ് ക്യാപ്പ് മൂവ് ആവാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലായിരിക്കില്ല. നമ്മൾ പറയും മിഡ് ക്യാപ്പ് ഇൻഡെക്സ് മൂവ് ആയി നമ്മുടെ സ്റ്റോക്ക് മൂവ് ആയില്ലെന്ന്, പക്ഷെ ആ ഇൻഡെക്സിൽ നമ്മുടെ സ്റ്റോക്ക് കാണത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഹോംവർക്ക് ആയിട്ട് നമ്മളെടുത്തേക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഏത് ഇൻഡെക്സിലാണെങ്കിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബാങ്ക് എടുക്കാം. ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി, ഇത് ബാങ്ക് അല്ലേ? ഓക്കെ, ഫൈനാൻഷ്യൽ സർവീസസ് 100%. ഇതിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല, ഒന്ന് ഷെയർ ചെയ്ത് കാണാമായിരുന്നു. അയ്യോ, ഇതുവരെ ഇല്ലായിരുന്നോ? അല്ല, ഇപ്പൊ പോയതാണോ സ്ക്രീൻ ഷെയറിങ്? ആദ്യമായിരുന്നു ഓപ്ഷൻസിന്റെ പറയുന്നുണ്ടായിരുന്നു, അതിനുശേഷം പോയതാ, ഞങ്ങക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലേ? ഓക്കെ, സോറി, താങ്ക് യു. എൻ്റെ സ്ക്രീൻ ഓക്കെ, ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇപ്പൊ സ്ക്രീൻ പോയി. ഇപ്പൊ വന്നോ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് അപ്പൊ ബ്രോഡ് ഇൻഡീസ്, ഇപ്പൊ ഇൻഡീസസിൽ പോയിട്ട് നമ്മള് സെക്ടോർ ഇൻഡീസ് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഉണ്ട്. നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കൺസിസ്റ്റൻസ്, ആരൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ 100% ഫൈനാൻഷ്യൽ സർവീസസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കണ്ടോ? HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊടാക് ബാങ്ക്, ആക്സിസ് ബാങ്ക്. നേരത്തെ ആക്സിസ് ബാങ്കിനാണ് വെയിറ്റേജ് കൂടുതൽ, ഇപ്പോൾ കൊടാക് ബാങ്കിലേക്ക് മാറിയത്. ഇപ്പം SBI. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ HDFC മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്തുകൊണ്ട് പറക്കുന്നതെന്ന്. HDFC 28%. ICICI, HDFCയും ആക്സിസും കൂടെ പെർഫോം ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഉണ്ടായിരുന്നു, 52 - 54 വന്നപ്പം. അതായത് ഈ 3 ബാങ്കുകളും ബുള്ളിഷായിരുന്നു. ഈ 3 ബാങ്കുകളും ബുള്ളിഷായി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് നിഫ്റ്റി ഒന്നും പിടിച്ചാൽ കിട്ടില്ല, ഉറപ്പായിരിക്കും.
അപ്പം ഈ ഒരു വെയിറ്റേജിൽ ഇപ്പോൾ ഈ HDFC ഡൗൺ ആണ്, ബാക്കി ബാങ്കുകളൊക്കെ പെർഫോം ചെയ്താലും ഈ ICIC ഉണ്ട്, HDFC ICIC ഡൗൺ ആണ്, ബാക്കി ഈ എല്ലാ ബാങ്കുകളോട് പെർഫോം ചെയ്താൽ തന്നെ HDFC ഡൗൺ ആയതായിട്ട് ബാലൻസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗെയിം. ഇനി ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ്മെൻറ്റുകൾ കാണും. ബാങ്ക് നിഫ്റ്റി ഭയങ്കര വോളറ്റൈലാണ്, പക്ഷെ നിഫ്റ്റി അത്ര വോളറ്റൈൽ. അത് എന്തുകൊണ്ടാണെന്നറിയാം? നിങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡൗട്ട് ചോദിക്കുന്നത്. അതില് ആ നിഫ്റ്റി 50 കൂടുതൽ ബാങ്കിങ്ങിനല്ലേ കൊടുത്തിട്ടുള്ളത്? അതെ, പക്ഷെ നിഫ്റ്റി മൂവ്മെന്റ് കുറവായിരിക്കും. ബാങ്ക് നിഫ്റ്റി ഹൈലി വോളറ്റൈലാണ്. ബാങ്ക് നിഫ്റ്റി സഡൻ ആയിട്ട് മേലോട്ടും താഴോട്ടും ഒക്കെ പോകും. അത് HDFC കൂടുതലായിരിക്കും. അത് ഒരു കാരണമാണ്, അതൊരു കാരണമാണ്. പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ. നിഫ്റ്റിയില് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ അധികം ഉണ്ടാവുക, നിഫ്റ്റിയിൽ അങ്ങനെയല്ല, മിക്സഡ് ആയ കാരണം അങ്ങനെയാണ്. അതും ശരിയാണ്. അതിന്റെ കറക്റ്റ് ഒരു പോയിന്റ് കൂടെ എത്താനുണ്ട്. അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് ചോദിക്കുക. ചോദ്യം ഒന്നും കൂടി ചിന്തിക്കട്ടെ. നമ്മൾ നിഫ്റ്റി, നമ്മുടെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിട്ടാണ് നിഫ്റ്റി പോകുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ മൂവ്മെന്റ്, നിഫ്റ്റി ഇപ്പം 1% ഒക്കെ പോകുന്ന കേസിൽ ബാങ്ക് നിഫ്റ്റി സഡൻ ആയിട്ട്, ബാങ്ക് നിഫ്റ്റി 200-300 പോയിന്റ്, ഇപ്പൊ നിഫ്റ്റി 100 പോയിന്റ് കയറുന്നത് ബാങ്ക് നിഫ്റ്റി 300 പോയിന്റ് 400 പോയിന്റ് അങ്ങനെ വ്യത്യാസം. ബാങ്ക് നിഫ്റ്റി ചില ദിവസം 600 പോയിന്റ് പോകും. അപ്പോൾ നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ പോലും നിഫ്റ്റി 100 പോയിന്റ് പോകുന്നുള്ളൂ. മനസ്സിലായല്ലേ? അതാ നിഫ്റ്റി 50 കൂടുതൽ ബാങ്കിങ്ങിന്റെ അല്ലേ ഉള്ളത്? അതല്ലേ? അതുകൊണ്ടല്ല, ശരി, അതല്ല കാരണം. അപ്പൊ സിമ്പിൾ ആണ്. നിഫ്റ്റിയും പോണ്ടല്ലേ? നിഫ്റ്റിയും പോണ്ടതാണ്. ശരിയാണ്, അവിടെ ചിന്തിച്ചു. സിമ്പിൾ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ അതൊക്കെ അതിനകത്തുള്ളതാണ്, പക്ഷെ സിമ്പിൾ ഒരു കാര്യമുള്ളൂ അതിനകത്ത്. കാര്യം സിമ്പിൾ ആണ്. അല്ലല്ല, ഞാൻ പറയാം. നിഫ്റ്റി 50 എന്ന് പറയുന്ന 50 സ്റ്റോക്കാണ്. അത് 14 സെക്ടറിൽ നിന്നാണ്. ഈ ബാങ്കിന്റെ നോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ വെറും 12 സ്റ്റോക്കേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. മനസ്സിലായല്ലേ? ശരിയല്ലേ? ബാങ്ക് നിഫ്റ്റി വെറും 12 സ്റ്റോക്കേ ഉള്ളൂ. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ വാല്യൂ ഡിവൈഡ് ബൈ 12, ആ 12 സ്റ്റോക്കിന്റെ പെർഫോമൻസ് മതി. പിന്നെ അത് ഒരു സെക്ടർ ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ബാങ്കിങ് സെക്ടർ ബുളിഷ് ആണെങ്കിൽ ഈ ഏതെങ്കിലും സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് ബാങ്ക് നിഫ്റ്റി പറക്കും. ഇവൻ ഇല്ല, HDFC ബാങ്ക് തന്നെ ഓടിയാൽ തന്നെ ഇത് പറക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 28%, ICICI കൂടെ ബുളിഷ് ആണെങ്കിൽ 50% ബാങ്ക് നിഫ്റ്റി ബുളിഷ് ആയി കഴിഞ്ഞു. കൊടാക്ക് ആണെങ്കിൽ 60, ഇതോടെ ആകുമ്പോൾ 70%, ഇതോടെ ആകുമ്പോൾ 80%. 4-5 ബാങ്കാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതോടെ ഇൻഡൂസ് വന്നാൽ 85, 6 ബാങ്ക് ആയി കഴിഞ്ഞാൽ 85%. ബാങ്ക് നിഫ്റ്റി പറക്കത്തില്ലേ? വെറും 12 സ്റ്റോക്ക് അല്ല ഉള്ളോ? മറ്റേതിൽ 50 സ്റ്റോക്ക് ഉണ്ട്. അതിൽ ഫൈനാൻഷ്യൽ സെക്ടർ നിഫ്റ്റിയിൽ വെറും 30% ഉള്ളു ഫൈനാൻഷ്യൽ സെക്ടർ. ബാക്കി പല സെക്ടേഴ്സ് ആണ്, ഓയിൽ ആൻഡ് ഗ്യാസ്, IT ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് 50 സ്റ്റോക്ക് ഉണ്ട്. 50-നകത്തൊരു 30 സ്റ്റോക്ക് എങ്കിലും ബുളിഷ് ആയാൽ മാത്രമേ അത് പറക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ വെറും 5-6 സ്റ്റോക്ക് ബുളിഷ് ആയി കഴിഞ്ഞാൽ ബാങ്ക് പറക്കും. അതാണ് ബാങ്ക് ഹൈലി വോളറ്റൈൽ ആവുന്നത്. ഇതിന്റെ നമ്പർ ഓഫ് സ്റ്റോക്സ് കുറവാണ്, അതുകൊണ്ടാണ്. ക്ലിയർ ആണേ? ഞാൻ പറഞ്ഞത് സിമ്പിൾ, ഒരു ആ ക്വാണ്ടിറ്റിയിലുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് അവിടെ 50, ഇവിടെ 12, അതാണ് വ്യത്യാസം. ഇപ്പൊ നാളെ ഇവിടെ ഒരു 50 ബാങ്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ ആവും. ബാങ്ക് നിഫ്റ്റി അത്ര മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. ബാങ്ക് നിഫ്റ്റി പതിയെ പോകത്തുള്ളൂ. എന്നാൽ ഓരോന്റെ വെയിറ്റേജ് കുറയുമല്ലോ അത് വെച്ചിട്ട്. ഓക്കെ, അതാണ്. ഇത് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളെല്ലാം വരും. അടുത്ത സെക്ടോറിയൽ ഇൻഡീസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓട്ടോമൊബൈൽ സെക്ടറിലെ ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന്. ഇപ്പോൾ ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഇടുവാണ്. ഓട്ടോമൊബൈലും ക്യാപിറ്റൽ ഗുഡ്സ് ഇതോടെ കമ്പൈൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ മാരുതി ഉണ്ട്, M&M ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, മാരുതി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നല്ലതായിട്ട് ബുള്ളിഷ് ആവുന്ന മാരുതിയോ M&M-ഓ ടാറ്റയോ ഒക്കെ മൂവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ സെക്ടർ ഭയങ്കര ബുള്ളിഷ് ആയിരിക്കും.
ക്യാപിറ്റൽ ഗുഡ്സിനകത്ത് വരുന്ന അശോക് ലൈലാൻഡ്, അത് ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ. അത് സ്പ്ലിറ്റ് ചെയ്ത് എന്താ നേരത്തെ ഒന്നിച്ചായിരുന്നു, അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, എന്താണെന്നറിയില്ല. അതുപോലെയാണ് എല്ലാ സെക്ടറുകളും. ബാക്കിയുള്ള സെക്ടർ ഇപ്പോൾ ഇതെടുക്കാം, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്. ഇതാണ് എൻ്റെ ഫിൻനിഫ്റ്റി. ഫിൻനിഫ്റ്റിയിൽ എത്ര സ്റ്റോക്കുകളുണ്ടെന്ന് അറിയാം? ഫിൻനിഫ്റ്റിയിൽ എത്ര സ്റ്റോക്കുകളുണ്ടെന്ന് അറിയാം? ഫിൻനിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് എത്ര സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെന്ന് അറിയാം? അറിയില്ല. ഇതിൽ ഒരുപാട് പേരുണ്ട്, എന്നെ ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. എനിക്കൊന്നും അത്ര നോളജ് ഒന്നുമില്ല, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളേ. എന്നും പറഞ്ഞ് അറിയാവുന്നവരും മിണ്ടാതിരിക്കുകയും ചെയ്യരുത്. ഫിൻനിഫ്റ്റിയിൽ നമുക്ക് 20 സ്റ്റോക്കാണ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി 12. കണ്ടില്ലേ, വെയിറ്റേജ് മാറിയുണ്ടല്ലേ? SBIന്റെ വെയിറ്റേജ് കുറഞ്ഞ, ആക്സിസിന്റെ വെയിറ്റേജ് അവിടെ കൂടിയുണ്ടല്ലേ, ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് നേരത്തെ, ഇത് പഴയ 2022 സ്ക്രീൻഷോട്ടായത്. അപ്പം വെയിറ്റേജ് ഇങ്ങനെ മാറിക്കൊണ്ട്. കൊടാക് ബാങ്ക് ഉണ്ടോ കൂടി വന്നേ? കൊടാക് ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടി വന്നു, അതുകൊണ്ട് കൊടാക് ബാങ്ക് നല്ലതായിട്ട് കയറി വന്നു. ഇതിന്റെ ചേഞ്ച് ചെയ്തു. ഇത് ആക്സിസ് ബാങ്ക് അന്നേരം കുറഞ്ഞു. കൊടാക്ക് 10 പോയിന്റ് സംതിങ് വന്നില്ലേ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഉണ്ട് ഇവിടെ 20 സ്റ്റോക്കുകളാണ്. 20 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ആണ്. ബാങ്കും ഉണ്ട്, NBFC ഉണ്ട്. അതായത് NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻസ്. ചോള, ശ്രീരാം ഫിൻ, HDFC ലൈഫ്, REC, HDFC AMC, IEX, LIC ഹൗസിംഗ് ഫിനാൻസ്, മുത്തൂറ്റ്. ഇത് ചിലപ്പോൾ ചിലതൊക്കെ മാറിയിട്ടുണ്ടാവും, അത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ. ഫിനാൻഷ്യൽ സർവീസസ് ഫിൻനിഫ്റ്റി ഓക്കെ ഉണ്ട്. SBIN ഇതിനകത്ത് IEX പുറത്തു പോയി. അതിനകത്ത് IEX ഉണ്ടല്ലേ, ഞാൻ IEX പുറത്തു പോയി. IEX പോയിട്ട് IDFC വന്നു. അപ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ വാല്യുവേഷനും അതും ഇതൊക്കെ അനുസരിച്ച് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ 20 സ്റ്റോക്സ് ആണ്. ഇതുകൊണ്ടാണ് ഫിൻനിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ കുറച്ചുകൂടെ സ്ലോ ആണ്. ഫിൻനിഫ്റ്റിയിൽ പിന്നെ വോളിയം കുറവാണ്, ട്രേഡിങ് അധികം ആൾക്കാർ ചെയ്യാറില്ല, എക്സ്പയറി ഡേ മാത്രമേ അധികം ചെയ്യാറുള്ളൂ. ഇത് മിക്സഡ് ആണ്, ബാങ്കിങ് സെക്ടറും ഫൈനാൻഷ്യൽ സെക്ടറോട് ചേർന്നിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. പ്രീ മാർക്കറ്റ് അവേഴ്സിൽ ഇതുകൊണ്ട് ഈ സൈറ്റ് കൊണ്ട് എന്താ ഉപകാരം? ഈ സൈറ്റ് കൊണ്ട് ഒരു ഉപകാരമില്ല. ഈ സൈറ്റ് ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിന്റെ ഒരു കാറ്റലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മാർക്കറ്റിന്റെ ഇതിന്റെ ഒരു ഡേറ്റ എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ഇത് ചെയ്തേക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സൈറ്റ് മാത്രമേ ഉള്ളൂ. പ്രീ മാർക്കറ്റിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് തന്നെ പോകണം. അത് ഇവിടെ ആണ്, അത് ഇതിലാണ്, അത് ഇന്നലെ പറഞ്ഞല്ലേ. അപ്പൊ ഇതിനകത്താണ് പ്രീ ഓപ്പൺ മാർക്കറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് NSEയുടെ സൈറ്റിൽ തന്നെ, NSE ഇന്ത്യയിൽ തന്നെയാണത്. ഇത് ജസ്റ്റ് നമുക്ക് ടെക്നിക്കൽ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇൻഡെക്സുകളെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വെയിറ്റേജസും ഇതിൻ്റെ ഇൻഡെക്സ് ലൈസൻസിങ്, ഡാറ്റ സബ്സ്ക്രിപ്ഷൻ, നമ്മളിപ്പോൾ ഡാറ്റ എടുക്കുന്ന ആൾക്കാരാണല്ലോ, അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, റിപ്പോർട്ട്സ്, മന്ത്ലി റിപ്പോർട്ട്, ഡെയിലി റിപ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പേയ്മെന്റുകളടക്കം. പിന്നെ അല്ലല്ല NSEയുടെ സൈറ്റാണ്. ഇപ്പൊ നമ്മൾ NSEക്ക് പേയ്മെന്റ് ആണ്, NSEക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് ഈ സൈറ്റ് വഴിയാണ് കൊടുക്കുന്നത്. ഇതൊരു ബാക്ക് എൻഡ് സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതിന്റെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, സർവീസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അധികം ആർക്കും അറിയാത്ത ഒരു സൈറ്റ് ആണ്. അങ്ങനെ ആദ്യം ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ചിലർക്കൊന്നും അറിയില്ല, ചിലർക്കൊക്കെ അറിയാം. ഇത് തന്നെയാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി. ഇതുപോലെ തന്നെയാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ഇൻഡെക്സ് ഉണ്ടല്ലോ, ആ ഇൻഡെക്സ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റി ഇൻഡെക്സ് ഈസ് കംപ്രൈസ്ഡ് മിഡ് സൈസ്ഡ് കമ്പനീസ് ലിസ്റ്റഡ് ഇൻ NSE റാങ്ക്ഡ് ഫ്രം 101 തൊട്ട് 250 വരെയുള്ള കമ്പനികളാണ്. ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപ്പ്
5000 തൊട്ട് 20,000 കോടി വരെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളെ 101 തൊട്ട് 250 വരെ റാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ ആദ്യത്തെ 50, പിന്നെ അടുത്ത 50, പിന്നെ അത് കഴിഞ്ഞിട്ട് 100 കഴിഞ്ഞിട്ട് 101 തൊട്ട് 250 വരെ ബേസ് ചെയ്തതിനകത്തുള്ള കമ്പനികളെ ബേസ് ചെയ്തിട്ടാണ് മിഡ് ക്യാപ്പ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിനിടയ്ക്കുള്ള കമ്പനികളാണ്. അതിൽ മിഡ് ക്യാപ്പിൽ കമ്പനീസ് പെർസെൻറ്റേജ് ഇൻ ഇൻഡെക്സ് റിമൈൻസ് 50 കമ്പനികളാണ് മിഡ് ക്യാപ്പിൽ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നിഫ്റ്റി മാതിരി ഇത് സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെക്ടറിൽ പിന്നെ ഫർദർ സ്റ്റോക്കായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അത് നമ്മൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ മിഡ് ക്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റും. മിഡ് ക്യാപ്പ് 50 നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് മിഡ് ക്യാപ്പിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെൻസെക്സ്. സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1986 സെൻസെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S&P ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. S&P ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ഇൻഡെക്സ് ആണ്. ഇത് അനലിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ US S&P ഇൻഡെക്സ് ഉണ്ടല്ലോ. അപ്പോൾ S&P ഇൻഡെക്സ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ അവിടുത്തെ ഒരു എക്കണോമിയുടെ ഗ്രോത്തിനെ നമ്മുടെ പൂവർട്ടിനെസ്സും അതും ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻഡെക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അവിടെ ഇപ്പം S&P ഇൻഡെക്സ് നല്ല ഡൗൺ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആയാലും നമ്മുടെ S&P ഇൻഡെക്സ് ആയിട്ട് മെയിൻലി ആൾക്കാർ നോക്കും സെൻസെക്സ്. ഇത് 1986 സ്റ്റാർട്ട് ചെയ്ത എക്സ്ചേഞ്ചിലെ ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കൺട്രിയുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും ആൾക്കാർ നമ്മുടെ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് അനലൈസ് ചെയ്യുന്നതെല്ലാം ഇത് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഓൾവേസ് ഇതിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ താഴെ പോകാൻ ഗവൺമെൻറ് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ എടുത്ത് കളഞ്ഞിട്ട് നല്ല കമ്പനികൾ മാത്രമേ ഇതിനകത്ത് ഓർത്തത്തുള്ളൂ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വെറും 30 കമ്പനികൾ മതി. NSEയിൽ മറ്റേ നിഫ്റ്റിയിൽ 50 ആണെങ്കിൽ ഇവിടെ 30 കമ്പനി മാത്രമേ ഉള്ളൂ. അത് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 30 കമ്പനികളാണ് സെൻസെക്സിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് സെൻസെക്സ് ഒരു ഗ്രോത്ത് എക്കണോമിയുടെ ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇതുവഴിയാണ് ആൾക്കാർ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. എന്താണ് ഇന്ത്യയുടെ ഗ്രോത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് എന്താണ്, ഇതെല്ലാത്തിൻ്റെ ബേസ് S&P ഇൻഡെക്സ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള കമ്പനികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു കമ്പനി പോലും അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാവുന്ന ഒറ്റ കമ്പനി പോലും ഇല്ല. എല്ലാം സൂപ്പർ കമ്പനികളല്ലേ 30 കമ്പനികളും. ചെറിയ കമ്പനികളൊന്നും അല്ല, എല്ലാം വലിയ വലിയ കമ്പനികളാണ്. അതും പല സെക്ടറിൽ നിന്നുള്ള കമ്പനികളുമാണ്. ഇത് അവിടെ കാണിക്കാൻ ഇതുപോലെ ഈ NSEയിൽ കാണിക്കത്തില്ല. ഇത് BSEയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതിനകത്ത് BSEയുടെ ഇത് കിട്ടില്ല, സെൻസെക്സിൻ്റെ കിട്ടില്ല. BSEയുടെ സൈറ്റിൽ പോയാൽ ഇങ്ങനെ കാണാം, അല്ലാതെ മറ്റു രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലിയർ ആയത്? അപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും, എനിക്കൊന്ന് പവർ കിട്ടൊക്കെ മാറി തോന്നുന്നു. ഇത് പഴയതാണ്, 2022 ഇപ്പോഴത്തെ ചിലപ്പോൾ സെയിം 1-2 കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണും. എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള കമ്പനികൾ എടുത്ത് കളഞ്ഞിട്ട് പെർഫോമൻസ് മോശമായിട്ടുള്ള നല്ല കമ്പനികളെ ആഡ് ചെയ്ത് നിർത്തും. ഇതാണ് ഒരു ഇൻഡെക്സ് വരുന്നത്, സെൻസെക്സ് വരുന്നത്. ഇതുപോലെ തന്നെ BSEയുടെ ഇൻഡെക്സ് ആണ് ബാങ്ക് എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി മാതിരി അവിടെ ബാങ്ക് എക്സ് വരുന്നത്. ഇത് എക്സ്പയറി ഡേയുടെ ഒരിതാണ്. നിഫ്റ്റി ലോട്ട് 25, ഇത് പഴയതാണ്, 50 വന്നത്, ഇപ്പോൾ 25 എവരി തേഴ്സ്ഡേ. ബാങ്ക് നിഫ്റ്റി ഒരു വെനസ്ഡേ 15, ഫിൻ നിഫ്റ്റി 40 ആണ് ലോട്ട് വരുന്നത്. എവരി ട്യൂസ്ഡേ ആണ് വരുന്നത്. മിഡ് ക്യാപ് നിഫ്റ്റി 75 ആണ് ലോട്ട് വരുന്നത് എവരി മൺഡേ. സെൻസെക്സ് 10 ആണ് വരുന്നത് എവരി ഫ്രൈഡേ. ബാങ്ക് എക്സ് എവരി ഫ്രൈഡേ ആണ്. ഇതാണ് എക്സ്പയറി. ഇതുവരെ ക്ലിയർ ആണോ? ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല. ഇനിയിപ്പോൾ 1-2 മറ്റ് ഇത് എക്സ്ചേഞ്ചുകളൂടെ ഉള്ളൂ. അതോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതോടെ വന്ന സ്ഥിതിക്ക് അതോടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ മാർക്കറ്റിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന NSEയുടെ ഒരു ഇൻഡെക്സ് ആണ് CDS, കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ചെയ്യാവുന്നതാണ്.
$, INR. അപ്പോൾ രണ്ട് കറൻസി തമ്മിലുള്ള വ്യത്യാസം ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ ഫോറക്സിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, പല കറൻസി പെയറുകളുടെ ഡിഫറൻസ് ആണ് ചെയ്യുന്നത്. ഇതെല്ലാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലാണ് വരുന്നത്. USD INR, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എക്സ്പയറി ഉണ്ടാവും. മെയിനായിട്ട് ഇത് ഓപ്ഷൻസിനകത്ത് കൂടുതൽ ആൾക്കാരും ട്രേഡ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് USD INR ആണ്. USD INR ആണ് കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉള്ളത്. പിന്നെ GBP, യൂറോ, ഇത് മൂന്നും ഉണ്ട്. എന്നാലും USD INR ആണ് ഏറ്റവും കൂടുതൽ. USD INR യൂഷ്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിൻ്റെ നിഫ്റ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കറൻസി പെയർ ട്രേഡ് ചെയ്യുന്ന ഈ എക്സ്ചേഞ്ച് ആണ് CDS. അത് എല്ലാവരും ഡിമാറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ സെഗ്മെൻറ്റും ബ്രോക്കർ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ട്രേഡ് ചെയ്യാറുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. ഫോറക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ മാർക്കറ്റ് ടൈമിലൊക്കെ തന്നെയാണ് 5 മണി വരെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് സമയമുണ്ട്. 5 മണി, 9 മണി തൊട്ട് 5 മണി വരെയാണ് CDSൻ്റെ ഓപ്പറേറ്റിംഗ് ഡേ. വേറൊരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മോഡിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റീസ് 3 ടൈപ്പാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ബുള്ളിയൻസ് എന്ന് പറയുമ്പോൾ ഗോൾഡ് റിലേറ്റഡ് ആയിട്ട് സാധനങ്ങളാണ് ബുള്ളിയൻസ് വരുന്നത്. ഗോൾഡ്. പിന്നെ മെറ്റൽ ഡെക്സ് എന്ന് പറയുമ്പോൾ മെറ്റൽസ്, സിൽവർ, മെറ്റൽസ് അലൂമിനിയം, നിക്കൽ, സിങ്ക്, ലെഡ്, ഇതെല്ലാം മെറ്റലിനകത്ത് വരും. ബുള്ളിയനകത്ത് ഗോൾഡും സിൽവറും വരുമെന്ന് തോന്നുന്നു. പിന്നുള്ള എനർജി ഇൻഡെക്സ്, അതായത് എനർഡെക്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും, ഇത് രണ്ടുമാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11:30 വരെ ഉണ്ട്. ഇപ്പം മിക്ക ജോലി ചെയ്യുന്ന ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ യൂഷ്വലി 5 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് ഈ ഒരു ടൈമിലാണ്, അതായത് US മാർക്കറ്റിന് ബേസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഈ കമ്മോഡിറ്റീസ് എല്ലാം US മാർക്കറ്റ് കമ്മോഡിറ്റി. അപ്പോൾ US മാർക്കറ്റ് സാധാരണ 7 മണിക്കാണ് തുറക്കുന്നത്. 7 മണി കഴിയുമ്പോഴാണ് ഇതിന് മൂവ്മെൻറ്റ് കിട്ടുന്നത്. അല്ലാത്തപ്പോൾ ഇത് വളരെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അതിന് മുന്നേ യൂറോപ്യൻ മാർക്കറ്റ് തുറക്കുമ്പോൾ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരു വൈകിട്ടൊരു 4 മണി 5 മണിയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് 7 മണിക്ക്, ഇന്ത്യൻ ടൈം 7 മണിക്ക് അമേരിക്കൻ മാർക്കറ്റ് തുറക്കുമ്പോഴാണ് ഇതൊന്ന് ഉഷാറാവുന്നത്. അതുവരെ ഇങ്ങനെ ചത്ത് കിടക്കത്തുള്ളൂ. അപ്പം ഈ കമ്മോഡിറ്റി എല്ലാവരും യൂഷ്വലി ട്രേഡ് ചെയ്യുന്നത്, ഞാനും ചെയ്യാറുണ്ട്. ഞാൻ കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഗോൾഡ് ചെയ്യാറില്ല, ഗോൾഡ് ഹൈലി വോളറ്റൈലാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് മൂവ്മെൻറ്റ് കുറവാണ് മെറ്റൽസിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ആണ് ബുൾഡെക്സ്, മെറ്റൽ ഡെക്സ്, എനർജി ഡെക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ലോട്ട് സൈസ് വരുന്നത് ഇതിൻ്റെ യൂണിറ്റിനനുസരിച്ച്. ഇത് ബാരൽസ് ആണ്, BBL. ഇത് BTU ഗ്യാസിൻ്റെ മെഷറിങ് യൂണിറ്റ് ആണ്. ഇത് 1250. അതായത് ഒരു പോയിന്റ്, ഫ്യൂച്ചർ ആണെങ്കിൽ ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് 1250 രൂപ കിട്ടും നാച്ചുറൽ ഗ്യാസ്. ഇത് ചെറിയ പൈസ കുറവുള്ളവർക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി മിനി വേർഷനിലും ഉണ്ട്. അതായത് 125, അതായത് ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 125 രൂപ കിട്ടുന്ന കണക്കിൽ. അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 1250. ഇപ്പം ക്രൂഡ് ഓയിൽ ആയാലും മിനി ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. ക്രൂഡ് ഓയിലിൽ മിനിക്ക് ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇത് വരുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ലോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബൈയിങ് പ്രൈസ്, നമ്മുടെ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. 10 പോയിന്റ് കയറി കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും ക്രൂഡ് ഓയിലിൽ. ഓപ്ഷൻസിൽ തന്നെ, ഫ്യൂച്ചറിലും ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 100 രൂപ വെച്ചിട്ട് കിട്ടും. ഇത് മിനിയിൽ 10 രൂപ വെച്ചിട്ട് ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം. അത് ഓരോന്നും അതിൻ്റെ പർട്ടിക്കുലർ യൂണിറ്റിൽ. അപ്പോൾ ഗോൾഡ് തന്നെ 4 സെഗ്മെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗോൾഡ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഗോൾഡ് ഉണ്ട്. അതാണ് 1000 രൂപയാണ് ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ വരുന്നത്. അത് ഹൈലി വോളറ്റൈലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോൾഡ് മിനി വരുവാണെങ്കിൽ 100 ഗ്രാമിൻ്റെ സൈസിലാണ് കൊടുത്തേക്കുന്നത്. ഗോൾഡ് ഗിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഗ്രാമിൽ, അതായത് 8 രൂപ കിട്ടും ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ. ഗോൾഡ് പെറ്റൽ എന്ന് പറയുന്നത് 1 ഗ്രാമിൻ്റെ കേസിൽ, അതായത് ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 1 രൂപ കിട്ടുന്ന കേസ്. ഗോൾഡ് ഹൈലി വോളറ്റൈൽ ആയിട്ടാണ് ഇത്ര സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സിൽവറും അതുപോലെ തന്നെ കിലോയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അലൂമിനിയം എന്ന് പറഞ്ഞാൽ അത് kg, ഇത് kg, അതായത് യൂണിറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്രൂഡ്, നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, ഇത് മൂന്നിനുമാണ്. പിന്നെ സിൽവർ, മൈക്രോ ഒക്കെ എടുക്കാറുണ്ട് ആൾക്കാർ, ഫ്യൂച്ചർ. ഈ ഒരു 4 കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ കോപ്പറൊക്കെ കുഴപ്പമില്ല. കോപ്പറൊക്കെ ലോങ് ടൈമിൽ ഈ ഡബ്ബ ട്രേഡുകാർക്കൊക്കെ ഫേവറേറ്റ് ഏരിയ ആണ് കമ്മോഡിറ്റി. അവർക്ക് അത്യാവശ്യം കോപ്പറിലെല്ലാം സിങ്കിലും ഒക്കെ ട്രേഡ് അവർ കൊടുക്കാറുണ്ട്. അപ്പം MCXനെ കുറിച്ച് ഇതാണ് MCX ഇന്ത്യയുടെ സൈറ്റ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. MCX ഇന്ത്യയുടെ സൈറ്റ്
നല്ല സൈറ്റാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്ന MCX എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ ഇൻഡെക്സിൻ്റെ അണ്ടർലൈങ് ആണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇപ്പോൾ MCX അടിച്ച് കയറി പോയില്ലേ, 3900 ഏകദേശം 6000 അപ്പോൾ ഇവിടുത്തെ ഒരു സംശയം, നമ്മുടെ നോർമൽ ഇക്വിറ്റി മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ MCXന്റെ മൂവ്മെന്റ്സ് നോർമൽ സമയങ്ങളിൽ എങ്ങനെയാണ്? MCXന്റെ നോർമൽ സമയത്ത് മൂവ്മെന്റ് കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്യൻ മാർക്കറ്റ് തുറക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഈ ഒരു സമയം 5 മണി 6 മണിയൊക്കെ സമയത്ത് 7 മണി അല്ല ഒരു 12 മണി, ഇവിടുത്തെ 12 മണി ആകുമ്പം ഇവിടെ 12 മണി. ഓക്കെ, ഇപ്പോഴാണ് ഇവിടുത്തെ മാർക്കറ്റ് തുറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 12:45, അപ്പോൾ 1 മണിക്കൂർ മുന്നേ അവിടുത്തെ ഒരു 4 മണിക്ക് അന്നേരം ഒരു മൂവ്മെന്റ് ഉണ്ടാവും, മാർക്കറ്റ് തുറക്കുന്നതിൻ്റെ ഒരു ചെറിയ മൂവ്മെന്റ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ MCXൽ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്നത് US മാർക്കറ്റാണ്. US മാർക്കറ്റ് തുറക്കുന്നത് ഇന്ത്യൻ സമയം 7 മണിക്കാണ്. ആ 7 മണി തൊട്ട് രാത്രി ഒരു 11 മണി വരെ നല്ല മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ 11 മണി കഴിഞ്ഞിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് അവന്മാരെന്ത് ചെയ്യും, മനഃപൂർവ്വം അത് അടിച്ച് താഴെ വെക്കും. അടിച്ച് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടേ അവർ ക്ലോസ് ചെയ്യത്തുള്ളൂ. അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂവ്മെന്റ് ഉണ്ടോ. രാത്രി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ US മാർക്കറ്റ് നല്ല മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം മിക്കപ്പോഴും ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. അപ്പം അതൊരു ലോട്ടറി കച്ചവടം മാതിരിയാണ്, കിട്ടിയില്ലെങ്കിൽ ഇല്ല. നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ 7 മണി തൊട്ട് രാത്രി 7 മണി തൊട്ട് 11-11:30, അത് ഈ സമ്മർ ടൈമും വിന്റർ ടൈമും അനുസരിച്ച് അരമണിക്കൂർ അഡ്ജസ്റ്റ്മെന്റ് വരും സീസണിൽ. ഒരു 6 മാസം ഇപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, 1 hour ഇത് വരും. സമ്മർ ടൈമിങ്ങും വിന്റർ ടൈമിങ് ചേഞ്ച് ആവുമല്ലോ. അപ്പം 1 മണിക്കൂർ ഇപ്പൊ വിന്റർ ടൈം ആണെങ്കിൽ, ഇനിയിപ്പോ വിന്റർ ടൈം തുടങ്ങിയില്ല, ഇപ്പൊ സമ്മർ ടൈം അല്ല. വിന്റർ ടൈം തുടങ്ങുമ്പോൾ അത് 7 മണിയാവും, സമ്മർ ടൈമിൽ 8 മണി, അങ്ങനെ കണ്ട. പിന്നെ ക്ലോസ് ചെയ്യുന്നത് അതുപോലെ അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിച്ചു താത്തിട്ട് തിരിച്ചു കൊണ്ട് രാവിലെ ആയാലും. ഇപ്പൊ മാർക്കറ്റ് 7 മണി വരെ നമ്മുടെ മാർക്കറ്റ് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത് അടിച്ച് താഴെ കൊണ്ടുവന്നിട്ട് വീണ്ടും അപ്വേർഡ് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അവർ തുറക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നിടന്ന് ഒരു കണ്ടിന്യൂഷൻ ഒരിക്കലും കിട്ടത്തില്ല. അവിടുന്ന് താഴെ അടിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മൾ മേളിൽ പ്രോഫിറ്റ് നിൽക്കുന്ന നമ്മൾ അടിച്ച് ചിലപ്പോൾ താഴെ ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അത് മാർക്കറ്റ് സ്ഥിരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലുള്ള സ്ഥിരം ഒരു ഗെയിം അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവന്മാർ ലോസിൽ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യും, നിൽക്കുന്നിടത്ത് താഴെ കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഉടനെ ഇത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് തിരിച്ച് കയറി പോകും. അത് ഗ്ലോബൽ ചാർട്ട് എടുത്തു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവരാണോ? ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് കാണിക്കാം, അതുകൊണ്ടാണ്. ഇപ്പോൾ കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എടുക്കാന്ന് വെച്ചോ. നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. ക്രൂഡ് ഓയിൽ എല്ലാ ദിവസവും 7 മണിക്ക് നോക്കിയാൽ മതി. 6 മണിയുണ്ട്. 6 മണിയാകുമ്പോൾ പടി തുടങ്ങും. 6 മണി തൊട്ട് 7 മണിയുണ്ട്. ഈ ഒരു സമയത്ത് 6 മണി, ഈ ഒരു സമയത്ത് നല്ലൊരു മൂവ്മെന്റ് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും. ഇതുണ്ട്, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്, അവന്മാർ ഓപ്പൺ ചെയ്ത് ഇവിടെ, എന്ന് വെച്ചാൽ രാത്രിയിൽ ഇത്രയും മൂവ്മെന്റ് നടന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് താഴെ ഇറങ്ങി. മിക്കപ്പോഴും നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു മൂവ്മെന്റ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടു 7 മണി കണ്ടോ, നമ്മുടെ മാർക്കറ്റ് മേളിൽ നിന്നതാണ്, അവിടെ നിന്ന് അടിച്ച് താഴെ കൊണ്ടുവന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ കയറ്റി കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ മാർക്കറ്റ് തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഹ്യൂജ് അടി ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് തുറന്നതിന് ശേഷം കയറുക, അല്ലെങ്കിൽ മാർക്കറ്റ് തുറങ്ങുന്നതിന് മുന്നേ എക്സിറ്റ് ആവുക. അതേ ഉള്ളൂ കമ്മോഡിറ്റിയിൽ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ക്രൂഡ് ഓയിലിൻ്റെ ഈ ഒരു ചാർട്ട് ആണെങ്കിൽ ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ ചാർട്ട്. ഇത് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്ത എമൗണ്ട് ആണ്. 5800 × 100 58,000 അങ്ങനെയൊക്കെയാണ്. അല്ല 58,000 5,50,000 ഫ്യൂച്ചർ എടുക്കാൻ, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവൻ മൈക്രോ ആണെങ്കിൽ 10 വെച്ചിട്ട് അത് 58,000. ക്രൂഡ് മിനി എടുക്കണമെങ്കിൽ 58,000 രൂപ വേണം. ക്രൂഡ് ഫ്യൂച്ചർ എടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇനി ഓപ്ഷൻസ് എടുക്കണമെങ്കിൽ 15,000 17,000 രൂപ മതി.
ഓപ്ഷൻസ് അറ്റ് ദ മണി എടുത്താൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഔട്ട് ഓഫ് ദ മണിയിലൊന്നും അധികം ലിക്വിഡിറ്റി ഉണ്ടാവില്ല. പിന്നെ നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ 1250 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിനെ, അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കിട്ടണമെങ്കിൽ. ഇതിപ്പം ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറയാൻ വന്നത്, ഇത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട്, ഇത് നമ്മുടെ ചാർട്ട്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് ചാർട്ട്, STI USD. ഇത് ഏകദേശം 22 മണിക്കൂർ ട്രേഡ് ചെയ്യുന്ന ചാർട്ടാണ്. ഈ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് 22 hours ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് മൂവ്മെൻറ്റ് വരുന്നത്. വേണ്ട, ഇത് ഇവിടെ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സിമിലർ. അവിടുത്തെ ഡോളർ റേറ്റ് ആണ് 67 എന്ന് പറയുന്നത്. നമ്മുടെ 5800 സംതിങ്ങിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഡോളർ റേറ്റ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴും ഇത് ഈ മാർക്കറ്റ് ഓണാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസും പോയിന്റ്സും എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ മാർക്കറ്റിലേക്ക്. അല്ല നമ്മുടെ മാർക്കറ്റിൽ ഇതിൽ ഗ്യാപ്പുള്ള കാരണം, നൈറ്റിൽ ക്ലോസ് ആയ കാരണം നമുക്കിതിൻ്റെ ലെവൽസ് കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ മാർക്കറ്റ് 22 hours ഉള്ള കാരണം നമുക്ക് അത്യാവശ്യം നല്ല ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നാച്ചുറൽ ഗ്യാസിന് USD NTG എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. USD NTG ഉണ്ട്, USD നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ വേറൊരു ഇതുണ്ട്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇവിടെ ക്രൂഡ് ഓയിൽ WT എന്ന് പറഞ്ഞുകൊണ്ട് ബ്രെൻഡ് ക്രൂഡാന്ന് തോന്നുന്നത്. അത് ഇതിൻ്റെ ചാർട്ടും ഏകദേശം സെയിം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം കമ്മോഡിറ്റിയുടെ. നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്, എല്ലാവരും പോയോ? ആരും മിണ്ടുന്നില്ല. എല്ലാവരും കിളി പോയിരിക്കുവാന്ന് തോന്നുന്നു. ഒരുപാടായതുകൊണ്ട് അല്ല, കമ്മോഡിറ്റി മാത്രം ചെയ്യുന്നവരുണ്ട്, കമ്മോഡിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നേരത്തെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അത് അടിച്ചു പൂട്ടി പോയെന്ന് തോന്നുന്നു. അതുണ്ട്, അത് താഴോട്ടുണ്ട്. ഇനി നിങ്ങളെ പോലുള്ളവർക്കുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിക്കാർക്കും വേണ്ടിയുള്ള ഒരു മാർക്കറ്റ്. കൈ നനയാതെ, മണ്ണ് നനയാതെ, വെള്ളം നനയാതെ കൃഷി ചെയ്യാം. അതാണ് NCDX എന്ന് പറയുന്നത്, നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു കമ്മോഡിറ്റി മാർക്കറ്റാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കൊറിയാണ്ടറിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ബിഡ് ചെയ്യാം. ജീര, ടർമറിക്, ഗുർഗാം സീഡ്, സോയ. ഗുർഗാം ഒക്കെ സ്ഥിരം ഇതിനകത്ത് അത്യാവശ്യം ആക്റ്റീവ് ഉള്ള. കോഫി അത്യാവശ്യം ഗ്ലോബൽ മാർക്കറ്റിലും നല്ല മൂവ്മെൻ്റ് ഉള്ള. കോട്ടൺ സീസണിലും ഉണ്ട്, സീസണൽ അല്ലാത്തതുണ്ട്. ടർമറിക്. അപ്പോൾ ഇത് നമുക്ക് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മാർക്കറ്റ് ട്രേഡ് ചെയ്താൽ മതി. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇന്ത്യൻ ടൈമിലുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടും. ഇത് നമ്മുടെ ചില ബ്രോക്കേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ അവർ റിക്വസ്റ്റ് ചെയ്താൽ തരും. അപ്പം ഇതിനകത്ത് മിക്കപ്പോഴും ഇത് ജിയോജിത്തിനൊക്കെ കോളൊക്കെ വരും. ഗുർഗാം സീഡൊക്കെ ഇത് ബൈ ജിയോ, അത് സെല് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നമ്മളിത് നോക്കാറില്ല, നമുക്ക് കൃഷിയോട് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ? വെൻബ്രോ പോയോ? തീർച്ചയായിട്ടും സന്തോഷമായി. ഞാനിങ്ങനെ പറഞ്ഞ കള്ളത്തരായി പോയെന്ന്. ഉണ്ട്, അതൊരു കമ്മോഡിറ്റിയാണ്. കോട്ടണും കോഫിയും ഒക്കെ അത് ലാർജ് സ്കെയിലിൽ US മാർക്കറ്റിലൊക്കെ നല്ലതായിട്ട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതാണ് കമ്മോഡിറ്റി. പപ്പ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാന്ന് പറ. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ചില മാർക്കറ്റിൻ്റെ ടൈമിംഗ് ആണ് ഇത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തേക്കാം. നമ്മുടെ മാർക്കറ്റ് തുറന്ന് കഴിഞ്ഞിട്ട് തുറക്കുന്ന മാർക്കറ്റുകളാണ് ഇത്. ഇത് നമ്മുടെ മാർക്കറ്റിനൊക്കെ മുന്നേ തുറക്കുന്നതാണ് ഏഷ്യൻ മാർക്കറ്റ്. ഓസ്ട്രേലിയ ആദ്യം നേരം വെളുക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയയൊക്കെ. അപ്പോൾ ഒരു ഡേ തുടങ്ങുന്നത് അവിടെയാണ്. അവിടുത്തെ മാർക്കറ്റാണ് ആദ്യം. നമ്മുടെ 5:30 അവിടെ മാർക്കറ്റ് തുടങ്ങും, അവരുടെ മാർക്കറ്റ് ഓസ്ട്രേലിയൻ എക്സ്ചേഞ്ച്. പിന്നെ ജാപ്പനീസ് മാർക്കറ്റ്. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല ഡൗൺ ആണ്, നല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഡൗൺ ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഹോങ്കോങ്, ഷാങ്കായ്, പിന്നെ ഹോങ്കോങ് എക്സ്ചേഞ്ച്, ഷാങ്കായ് എക്സ്ചേഞ്ച്, ഷെൻസൺ എക്സ്ചേഞ്ച്, ഷെൻജൻ എക്സ്ചേഞ്ച്, തൈവാൻ എക്സ്ചേഞ്ച്, കൊറിയൻ എക്സ്ചേഞ്ച്. ഇത് കഴിഞ്ഞിട്ട് 9 മണിക്കാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിന് മുന്നേ തുറക്കുന്ന മാർക്കറ്റുകളാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു തള്ളിച്ച അല്ലെങ്കിൽ ഒരു FI മുന്നേറ്റം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഇതാണ്. UK മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്. ഈ ഒരു 12:30-ക്കൊക്കെയാണ് ഇവരുടെ
ഇവിടുത്തെ മാർക്കറ്റുകൾ തുറക്കുന്ന സമയം ഇന്ത്യൻ ടൈം 11:30, 1:30, 12:30. അപ്പോൾ 12:00-ക്കും 1:30-ക്കും ഇടയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ മിക്കപ്പോഴും ഒരു നമ്മുടെ ഇൻഡെക്സിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂജ് മൂവ്മെൻറ്റ് ഒന്ന് ബൈ സെല്ലേക്ക്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു FISൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ടൈമാണ്. അവർ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ടൈമാണ്. ഇപ്പം ഇവിടെ ഓഫീസുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ തുറന്നിട്ട് അവരുടെ ഓഫീസ് ടൈം, അല്ലെങ്കിൽ 4 എൻ്റെ കണക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ട്രേഡ് ചെയ്യുന്നവരല്ലല്ലോ, അവർ അവരുടെ ഓഫീസ് ടൈമിൽ വന്നല്ലോ ട്രേഡ് ചെയ്തോളൂ. അപ്പോൾ FIS ഒക്കെ മോസ്റ്റ്ലി അവരുടെ കൺട്രിയിലെ ടൈമിങ്ങിലാണ്. അപ്പോൾ അതാണ് 12:30 തൊട്ട് 1:30 വരെ നമ്മുടെ മാർക്കറ്റിൽ ആൾക്കാർ എക്സ്പയറി ദിവസം ഹീറോ എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത് ഈ 12:30 തൊട്ട് 1:30 വരെയാണ്. അപ്പോഴാണ് FISൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഏതാണ്ട് ഇത് കുറച്ച് സമയങ്ങൾ ഇതൊക്കെ ഇത് ഉള്ളൂ ഈ മാർക്കറ്റുകളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ളതാണ് US-ലെ 3 മാർക്കറ്റും കാനഡയിലെ മാർക്കറ്റ്. US-ലെ 3 മാർക്കറ്റ് നസ്ദാക്ക്, NYSE, ഡൗ ജോൺസ്. ഇതിനകത്ത് നസ്ദാക്കാണ് നമ്മുടെ മാർക്കറ്റ് ആയിട്ട് ഏതിലാണ് ഡൗ ജോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലെ അതിനകത്തൊരു ടിപ്പുണ്ട്, ഞാൻ പറയാം. ഡൗ ജോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഡൗ ജോൺസ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിലെ IT, ടെക്നോളജി, ആ സംഭവങ്ങളെല്ലാം നസ്ദാക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നസ്ദാക്ക് ഭയങ്കര ബുള്ളിഷ് ആണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് IT ഒക്കെ ബുള്ളിഷ് ആയിരിക്കും. നമ്മുടെ ഈ 11 മണി കഴിയുമ്പോൾ 11 മണി തൊട്ട് രാവിലെ 11 മണി തൊട്ട് ഒരു 11:30-ക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രത്യേക കാരണം ഉണ്ടോ? അതിന് പ്രത്യേക കാരണം എന്താ വെച്ചാൽ ചിലപ്പം അതിന് പ്രത്യേകിച്ച് കാരണം ഈ മാർക്കറ്റുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു അഫക്റ്റ് ആയിരിക്കാം ചിലപ്പം മറ്റു മാർക്കറ്റുകളെ. ഇവിടെയൊക്കെ 11:30-11:30-ക്കല്ലേ ക്ലോസ് ചെയ്യുന്നത്. അത് യൂഷ്വലി 11 നമ്മുടെ ഈ ഒരു 11:30-11:30-ക്ക് ഇതൊരു പോസിബിലിറ്റി ആവാം. ഇവിടുത്തെ ഒരു ടൈമിങ്ങില് 12 മണിക്കൊക്കെയാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ഒരു 11 മണിക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കും നമ്മുടെ മാർക്കറ്റിൽ. ഇവിടുത്തെ ഒരു ഓഫീസ് ടൈമിങ് ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം. 4.5 മണിക്കൂർ വ്യത്യാസമല്ലേ. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവരുടെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് അവർ ട്രേഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് 9, 10, 11, 12 ആ ഒരു ടൈമിലൊക്കെ. ഓക്കെ, ഇന്നത്തെ എല്ലാം ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചുമ്മാ എടുത്തൊരു ടോപ്പിക് ആണെന്നേ ഉള്ളൂ. എത്രത്തോളം അറിയാൻ വേണ്ടി മാത്രം നമുക്കൊരു ജനറൽ നോളജ്. ഓക്കെ, അപ്പൊ എന്നാ ഇന്ന് നിർത്തട്ടെ. നാളെ എപ്പോഴാ ജോബി? നാളെ രാവിലെ ബിസി അല്ല, രാവിലെ പിള്ളേർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന് മുന്നേ എടുക്കാം. രാവിലെ നാട്ടിലൊരു 10, 11, നാട്ടിലൊരു 12 മണി